അങ്ങനെ പ്രതീക്ഷയുടെ കർത്താവിൻ്റെ സന്നിധാനത്തിൽ നമുക്കായിരിക്കാം. ദൈവികമായ ചിന്തയിൽ പറഞ്ഞാൽ രണ്ട് കൂട്ടരാണ് പ്രധാനമായും ഈ ഭൂമിയിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ. ദൈവം നോക്കുമ്പോൾ രണ്ട് കൂട്ടരാണ്. ഒന്ന്, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവർ, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവർ. രണ്ടാമതൊരു കൂട്ടരുണ്ട്, ദൈവം ഉണ്ടെന്നറിഞ്ഞിട്ടും, റോമാലേഖനം 1-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, ദൈവം ഉണ്ടെന്നറിഞ്ഞിട്ടും നന്ദി കാണിക്കുകയോ മഹത്വം കൊടുക്കുകയോ ചെയ്യാത്തവർ. മഹത്വം കൊടുത്തില്ല എന്ന് മാത്രമല്ല, അദൃശ്യനായ ദൈവത്തെ അവർ മറ്റ് ചില രൂപങ്ങളിലാക്കിക്കളഞ്ഞു. അവരെ വേദപുസ്തകം വിളിക്കുന്നത് പരിഹാസികളെന്ന. പരിഹാസികൾ. സ്തോത്രം. രണ്ട് കൂട്ടരാണ് ആ വിധത്തിൽ ദൈവിക വീക്ഷണത്തിലുള്ളത്. ഒന്ന് മഹത്വം കൊടുക്കുന്നവർ, രണ്ട് പരിഹാസികൾ. ഗലാത്യ ലേഖനത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ പൗലോസ് വളരെ കർശനമായിട്ട് എഴുതിയിട്ടുണ്ട്, പരിഹാസികളാകരുത്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ദൈവം ഉണ്ടെന്നറിഞ്ഞാൽ ദൈവത്തിന് മഹത്വം കൊടുത്തോണ്ടിരിക്കണം. ദൈവം ഇറങ്ങി വന്നെന്നറിഞ്ഞാൽ ദൈവത്തെ ബഹുമാനിച്ചുകൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ ദൈവം പരിഗണിക്കുന്നത് പരിഹാസികളുടെ ഗണത്തിലാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ഓർത്ത് നോക്കി, ഇന്ന് രാത്രി ആ വാക്കിനെ കൊച്ചു വാക്കായിട്ടെടുക്കരുത്. സ്തോത്ര. ഹല്ലേലൂയ. ഈ രാജ്യത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന അധികാരമുള്ള ഒരാൾ ഈ ഹോളിലേക്ക് കയറി വരുമ്പോൾ കാലുമേൽ കാലും കയറ്റി വെച്ചുകൊണ്ട് അദ്ദേഹത്തെ കണ്ടിട്ട് ധാർഷ്ട്യത്തോടിരുന്നാൽ അന്നേരം ഒന്നും ചെയ്യില്ലായിരിക്കും, പക്ഷെ നോക്കി വയ്ക്കും. ഓർത്തോളണം, നോക്കി വയ്ക്കും. പിന്നെ എവിടെയെങ്കിലും വെച്ച് അല്ലെ, അങ്ങനെയല്ലേ സ്ഥിതി. സ്തോത്രം. അതിനർത്ഥം പരിഹസിക്കുകയാണ്. എഴുന്നേറ്റ് നിൽക്കണമെന്നോ തൊഴണമെന്നൊന്നും നിയമമില്ല. പക്ഷേ ഒരധികാരിയെ കാണുമ്പോൾ ഒരാദരവെന്നുള്ളത് മനുഷ്യ സഹജമാണ്. അങ്ങനെയാണെങ്കിൽ അഖിലാണ്ട സൃഷ്ടാവ് ഈ ഹോളിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് പരിഹാസിയാകരുത്. ഹല്ലേലൂയ. സ്തോത്രം. പരിഹാസിയാകരുത്. യെശയ്യാ പ്രവചനത്തിനകത്ത് എഴുതിയിട്ടുണ്ട്, 28-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങളുടെ ബന്ധനങ്ങൾ മുറുകിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ പരിഹാസികളാകരുത്. ഈ ആരെ പരിഹസിക്കുന്ന കാര്യം ബൈബിൾ എഴുതുന്നേ? ബൈബിൾ എഴുതുന്ന ആരെ പരിഹസിക്കുന്ന കാര്യമാണ്? ദൈവത്തോടുള്ള ബന്ധത്തിൽ എഴുതുന്നേ. സ്തോത്രം. ദൈവത്തെ പരിഹസിക്കുന്ന കാര്യം പറയുന്നത്. ദൈവത്തെ പരിഹസിക്കാൻ പറ്റുമോ എന്നൊരു ചിന്ത ഈ ഹോളിനകത്ത് വന്നിരിക്കുന്നവരോ പുറത്ത് ശ്രദ്ധിക്കുന്നവരോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മസ്തിഷ്കത്തിനകത്ത് ഇന്ന് രാത്രി ആ വാക്കൊന്ന് കരുതണം. സൃഷ്ടാവായ ദൈവത്തെ മനുഷ്യന് പരിഹസിക്കാൻ പറ്റുമോ? പറ്റുമെന്നാണ് ബൈബിൾ പറയുന്നത്. അതുകൊണ്ടല്ലേ പരിഹസിക്കരുതെന്ന് വിലക്കുണ്ടായത്. ആകാശത്തേക്ക് നോക്കി കൊഞ്ഞനം കുത്തി കാണിക്കുന്നതല്ല പരിഹാസം എന്ന് പറയുന്നത്. ദൈവം ഉണ്ടെന്നറിഞ്ഞാൽ, ദൈവത്തിൻ്റെ അധികാരം എത്ര വലുതാണെന്നറിഞ്ഞാൽ അവരുടെ ദൈവത്തിന് മഹത്വം കൊടുത്തോണ്ടിരിക്കണം. സ്തോത്രം. ആ തിരിച്ചറിവിൽ നിന്ന് ഉയരുന്ന നന്ദി പ്രകടനമാണ് മഹത്വം എന്ന് പറയുന്നത്. പരിഹാസത്തിൻ്റെ ഓപ്പോസിറ്റാണ് മഹത്വം കൊടുക്കൽ. ദൈവത്തോടുള്ള ബന്ധത്തിൽ ബഹുമാനിക്കൽ. ഈ രാത്രി ഞാൻ കുറിവാക്യം വായിക്കുന്നതിനേക്കാൾ മുമ്പ് ഇത്രയും സമയം പാടിയും സ്തുതിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു. ഇതിനകത്ത് ഹൃദയം ഈ വാക്കുമായിട്ട് ചേർന്ന് ബന്ധിച്ച് എല്ലാവരും കൂടി എന്നെ കൈവൊക്കിപ്പിച്ചു, എഴുന്നേപ്പിച്ച് നിർത്തിച്ചു, പാടിച്ചു എന്നൊന്നും വിചാരിക്കാതെ നാം ഒരുമിച്ച് ഈ ഹോളിനകത്ത് കീഴായിക്കോണത്ത് ഈ ദേശത്ത് വന്ന് ഇത്രയും ദൈവമക്കൾ ഒരുമിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തുടങ്ങിയാൽ ഇന്ന് രാത്രി ഈ ദിവസം പരിശുദ്ധാത്മാവ് ചിലത് ചെയ്യാനിടയാകും. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന എല്ലാവരും ദൈവം ഉണ്ടെന്നറിഞ്ഞവർ, ഇതിനകത്തൂടെ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടെന്നറിഞ്ഞവർ, അഖിലാണ്ടത്തെ സൃഷ്ടിച്ചത് ശാസ്ത്രമല്ല ദൈവമാണെന്നറിഞ്ഞവർ, എനിക്കിവിടെ ജന്മം തന്നത് ദൈവമാണെന്നറിഞ്ഞവർ, എനിക്ക് കുടുംബം തന്നത് ദൈവമാണെന്നറിഞ്ഞവർ, എനിക്ക് മക്കളെ തന്നത് ദൈവമാണെന്നറിഞ്ഞവർ, ഇവിടെ ഭരിക്കുന്നത് ദൈവമാണ് എന്ന് തിരിച്ചറിഞ്ഞവർ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തയ്യാറായാൽ, ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തയ്യാറായാൽ എന്ത് സംഭവിക്കുമെന്ന് ഈ രാത്രി പറഞ്ഞു നിൽക്കാൻ എനിക്ക് നേരമില്ല. പക്ഷേ ആരാധിക്കുന്ന ദൈവമക്കൾക്കറിയാം, ഒരു കുടുംബം ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തുടങ്ങിയാൽ, ഒരു ദേശത്ത് 10 പേർ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തുടങ്ങിയാൽ, സ്വർഗസ്ഥനായ ദൈവം ആ കുടുംബത്തെ, ആ ദേശത്തെ അനുഗ്രഹിക്കാൻ തുടങ്ങും.
എന്തുകൊണ്ട് പരിശുദ്ധാത്മാവ് കീഴായിക്കോണം ദേശത്തോട് പറയുകയാണ്. ഇതിനകത്തിരിക്കുന്നവരോട് മാത്രമല്ല, ഈ ശബ്ദം എവിടെ വരെ ചെല്ലുമെന്ന് എനിക്കറിയില്ല, ഇതിന്റെ പുറത്തേക്ക് ഉച്ചഭാഷണി ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഈ വാക്കുകൾ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോന്ന് അറിയില്ല. ഞങ്ങൾ ഇന്ന് രാത്രികാലം ആത്മാർത്ഥതയോടെ പറയുന്നു, ഒരു ദൈവമുണ്ട്, ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് മുമ്പിൽ ദൈവത്തെ പരിഹസിക്കരുത്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരാകുക. മഹത്വം കൊടുത്താൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ വട്ടപ്പാറ നമ്മുടെ സഭയിൽ വന്ന് പ്രസംഗിച്ചപ്പോൾ എൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ പകുതി സമയം മുഴുവൻ അത് തിരിച്ചറിഞ്ഞ് നമ്മൾ ആത്മാവിൽ ആരാധിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തിയ ഒരു ദിവസം ഞാൻ ഓർക്കുന്നുണ്ട്. യെശയ്യാ പ്രവചനത്തിനകത്ത് എഴുതിയിരിക്കുന്നൊരു വാക്യം ഒരു ആമുഖത്തിൽ പറഞ്ഞ് തുടങ്ങിയപ്പോൾ, ദൈവത്തിന് മഹത്വം കൊടുത്താൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ, ജനം അത് ഏറ്റുപിടിച്ചപ്പോൾ ദൈവം ഇറങ്ങി വന്ന ഒരു അന്തരീക്ഷം ഉണ്ടായി. ഇന്ന് രാത്രി ഞാൻ അത് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവർ ദൈവത്തിന് മഹത്വം കൊടുത്തപ്പോൾ യഹോവയ ഒരു യോദ്ധാവിനെ പോലെ പുറപ്പെട്ടു, ഒരു വീരനെ പോലെ അവൻ ഇറങ്ങി വന്നു. ഇന്ന് രാത്രിയിലും ഈ ദേശത്ത് ദൈവം ഇറങ്ങണം, യഹോവ ഇറങ്ങണം. അതിനെന്താ ചെയ്യേണ്ടത്? ആള് വരാൻ വേണ്ടി നമ്മൾ ബാനർ കെട്ടിയത്, ആള് വരാൻ വേണ്ടി പോസ്റ്റ് ഒട്ടിച്ചത്, ആള് വന്നാലും ഇല്ലെങ്കിലും ദൈവം ഇറങ്ങാൻ, ദൈവം ഇറങ്ങാൻ. ബാനറുകളല്ല, ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഒരു കൂട്ടർ എഴുന്നേറ്റാൽ ദൈവം ഇറങ്ങും. ജീസസ് ഹല്ലേലൂയ. ദൈവം ഇറങ്ങും. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, കാരണം അതിലേക്ക് പോയാൽ ഓരോ വാക്കുകളും സ്തോത്രം ബഹുനിശ്ചയത്തോടെ പറഞ്ഞാൽ നമ്മുടെ പ്രസംഗത്തിൻ്റെ സമയം ചുരുങ്ങിപ്പോവും. ഞാൻ ഇപ്പം പറഞ്ഞതിൽ നിന്ന് ചെയ്താട്ട് എല്ലാവരും കൂടെ ശക്തിയോടെ സ്തോത്രം ചെയ്താട്ട്. ഞാൻ പറഞ്ഞ വാക്ക് മാത്രം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ച് ഇന്ന് രാത്രിയിലെ ചിന്തയിലേക്ക് പ്രവേശിക്കും. രണ്ട് കൂട്ടരേ ഉള്ളൂ ദൈവദൃഷ്ടിയിൽ. ഒന്ന് പരിഹാസികൾ, രണ്ട് മഹത്വം കൊടുക്കുന്നവർ. സ്തോത്രം. ദൈവത്തെ പരിഹസിച്ചുകൂടാ എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെ പരിഹസിച്ചാൽ അവരുടെ ബന്ധനങ്ങൾ മുറുകിപ്പോകുമെന്ന് എഴുതിയിരിക്കുന്നത്. വളരെ ആത്മീകമായി ചിന്തിക്കേണ്ട കാര്യമാണ്. ഇത്രയൊന്ന് ചിന്തിച്ച് ഇന്ന് രാത്രി നമ്മൾ കേൾക്കാൻ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ആളുകൾ ഇത്രയും ചിന്തിച്ച്, ബന്ധനം എന്ന് പറയുന്ന ഒരു ആത്മീക ഭാഷയാണ്. സ്തോത്രം. പൈശാചികമായിരിക്കുന്ന ലോക്ക് വീഴുന്ന പോലെ അങ്ങനെ ഒരു വിശേഷത അല്ലെങ്കിൽ ഒരു സ്ഥിതി ഒരു കുടുംബത്തിനുണ്ടായാൽ എത്ര ബുദ്ധിയുള്ള ആളുകളാണ് അവിടെയെങ്കിലും അവർക്ക് നന്നായി പ്രവർത്തിക്കാൻ പറ്റിയാൽ. അതിനാണ് ഞങ്ങൾ ഈ ആത്മീക ഭാഷയിൽ ബന്ധനമെന്ന് പറയുന്നത്. ഭാര്യ-ഭർത്തൃ ബന്ധങ്ങൾ എത്ര സുന്ദരമാണെങ്കിൽ അവർക്ക് സന്തോഷിക്കാൻ പറ്റിയല്ല. എത്ര സ്വത്തുണ്ടെങ്കിലും സമാധാനത്തോടെ അനുഭവിക്കാൻ പറ്റിയല്ല. മക്കളുണ്ടായിരിക്കും, പക്ഷേ മക്കളുടെ അനുഭവം ഉണ്ടാകുകയില്ല. അങ്ങനെ ഒരു പരിസ്ഥിതിക്കാണ് വേദപുസ്തകം ബന്ധനമെന്ന് പറയുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിനാണ് ഈ വാക്യത്തിൽ നമ്മൾ വായിച്ചത്. ഇങ്ങനെയാണ്: ദൈവത്തെ പരിഹസിച്ചാൽ ഈ ബന്ധനം മുറുകും, അഴിക്കാൻ പറ്റാതെയാവും.
സ്വത്രം കത്തിച്ചാൽ പോലും കത്താതെയാവും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മറുവശം ചിന്തിക്കണം. പരിഹസിച്ചാൽ ബന്ധനം മുറുകുമെങ്കിൽ മഹത്വം കൊടുത്താൽ ആരും കൈ തൊടാതെ, ആരും നിങ്ങളുടെ വീട്ടിൽ വരാതെ, ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്ന് കൈവയ്ക്കാതെ മഹത്വം കൊടുത്താൽ, അങ്ങനെ ഒരു പ്രത്യേകത ബൈബിളിനുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ഈ നാട്ടിൽ ആരെങ്കിലും തീരുമാനിച്ചാൽ അവന്റെ കുടുംബത്തിൽ വീണ് കിടക്കുന്ന കുടുക്കുകൾ മുറുകത്തില്ല, അവന്റെ രോഗം കഠിനമാകത്തില്ല, അവന്റെ കടഭാരം കൂടി വരത്തില്ല, അവന്റെ തലമുറ സ്വത്രം വഴുതി പോകത്തില്ല, അവന്റെ പരാജയങ്ങൾ അധികമാകത്തില്ല, അവന്റെ ഡയബറ്റിസ് കൂടത്തില്ല. സ്വർഗം അതിനെ അഴിക്കാനിടയാകും. ഈ രാത്രി അത് സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, ഓൺലൈനിൽ വരെ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. ഈ വാക്ക് നിങ്ങളെ ഹൃദയത്തിൽ കിടക്കട്ടെ. ദൈവത്തെ, സാക്ഷാൽ ദൈവത്തെ, സർവാധികാരിയായ സനാതനനായ ഈ അഖിലാണ്ടത്തെ സൃഷ്ടിച്ച ദൈവത്തെ പരിഹസിക്കുന്നത് അപകടമാണ്. സ്തോത്രം, ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഈ വാക്ക് പറഞ്ഞുകൊണ്ടൊരു പ്രഭാഷണം ആരംഭിക്കേണ്ടി വന്നതെന്ന് എനിക്കിപ്പോഴും നിശ്ചയമില്ല. ഞാൻ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ ഒന്ന് സ്തോത്രം പറയിപ്പിച്ചുകൊണ്ട് ദൂതിലേക്ക് കടക്കാനാണ് ശ്രമിച്ചത്. പക്ഷെ ഇത് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ ഭയത്തോടെയാണ് പറയുന്നത്. ദൈവത്തെ പരിഹസിക്കരുത്. സ്വർഗസ്ഥനായ ദൈവത്തിന്റെ പദ്ധതികൾ ഇന്ന് രാത്രി ഇവിടെ തുറക്കുക. ദൈവം അതിനെ പരിഹസിക്കരുത്. സ്തോത്രം, ഹല്ലേലൂയ. ബന്ധനങ്ങൾ മുറുകും, ബന്ധനങ്ങൾ മുറുകും. മാനസിക സമ്മർദ്ദങ്ങളായി മാറും, ചിലപ്പോൾ രോഗങ്ങളായി മാറും. ഇത് ആത്മീക ഭാഷയാണ്, ഇത് തിരിച്ചറിയണം. ദൈവസന്നിധിയിൽ വന്നാൽ സ്തോത്രം, നീ എത്ര വലിയവനാണെങ്കിലും ഏത് വിഭാഗത്തിൽപ്പെട്ടവനാണെങ്കിലും ദൈവത്തിന് മഹത്വം കൊടുത്തോണ്ടിരിക്കുന്നത് നമുക്ക് നല്ലത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ അകത്തോ പുറത്തോ എവിടാണെങ്കിലും സർവശക്തനായ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ ദൈവം ഇത്ര വലിയവനാണെന്ന് തിരിച്ചറിഞ്ഞാൽ ഈ ദൈവത്തിന് മഹത്വം, സ്തുതി എന്ന് പറയാൻ നിങ്ങളുടെ നാവ് ചലിക്കുമെങ്കിൽ 9 മണിക്ക് യോഗം കഴിഞ്ഞ് പോകുമ്പോഴേക്കും പല കാര്യങ്ങൾക്ക് അയവ് വന്നിരിക്കും. ഞാൻ ആത്മാവില പറയുന്നത്, പ്രസംഗം തുടങ്ങിയിട്ടില്ല, പക്ഷെ പരിശുദ്ധാത്മാവില പറയുന്നത്. പല വിഷയങ്ങളും ലൂസായി കിട്ടും. സഹോദര ബന്ധങ്ങൾ പോലും തമ്മിൽ കണ്ടാൽ ആർക്കും അഴിക്കാൻ പറ്റാത്ത രീതിയിൽ കടുങ്കട്ട് പോലെ മുറുക്കി കെട്ടിയ ചില വിഷയങ്ങൾ ഇന്ന് രാത്രി നീ ദൈവത്തിന് മഹത്വം കൊടുത്താൽ അഴിയും. ഞാനീ പറയുന്ന സത്യമാണോ എന്ന് യാബോക്ക് തീരത്ത് ദൈവത്തിന് മഹത്വം കൊടുത്ത യാക്കോബിനോട് ചോദിക്കണം. ഇങ്ങനെ പറയുന്ന സത്യമാണോ എന്ന്. ചേട്ടനും അനിയനും കണ്ടാൽ യേശാവ് പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്: എൻ്റെ അപ്പനെ കുറിച്ച് വിലപിക്കുന്ന ഒരു കാലം വരും, അന്ന് ഞാൻ നിന്നോട് കണക്ക് തീർത്തോളാം എന്ന് പറഞ്ഞാണ് യാക്കോബിനെ വീട് വിട്ടോടിപ്പോയത്. 20 വർഷമായി കൂടി കണ്ടിട്ടില്ല, മിണ്ടിയിട്ടില്ല, കയ്പ് മാറിയിട്ടില്ല. യാക്കോബ് വരുന്നെന്നറിഞ്ഞപ്പോൾ 400 ആളുകളുമായി യാക്കോബിനെ ഇല്ലാതാക്കാൻ വന്നതാ ചേട്ടൻ ഏശാവ്. പക്ഷേ യാബോക്കിന്റെ തീരത്ത് ദൈവത്തെ മുറുകെ പിടിച്ചിട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തപ്പോൾ ആ കടുങ്കട്ടങ്ങ് അഴിഞ്ഞു, ആ കെട്ടങ്ങ് അഴിഞ്ഞു. ഹല്ലേലൂയ. ആ മനസ്സിന്റെ കുരുക്കങ്ങ് അഴിഞ്ഞു. അനിയനെ കുറിച്ച് ചേട്ടനുണ്ടായിരുന്ന ധാരണ അങ്ങ് മാറി. കൊല്ലാൻ വന്നവൻ കെട്ടിപ്പിടിച്ചു. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ദൈവത്തിന് മഹത്വം കൊടുത്താൽ ബന്ധങ്ങൾ മുറുകും, പൈശാചിക ശക്തികൾ അഴിയും. ഇന്ന് രാത്രി ദൈവം എന്നോട് പറയുന്നു, ചില കടുങ്കട്ടുകൾ ഈ ദേശത്ത് അഴിയാൻ പോയാണ്. ഹല്ലേലൂയ. ചുറ്റുവട്ടത്തുനിന്ന് ആരെങ്കിലും കീഴായിക്കോണത്തിന്റെ പ്രതിനിധികളായി ഇതിനകത്തുണ്ടോന്നറിയില്ല. പക്ഷെ സ്വർഗം എന്നോട് പറയുന്നു, അനർത്ഥങ്ങൾ സംഭവിക്കാൻ, ആപത്തുകൾ സംഭവിക്കാൻ, പടുമരണങ്ങൾ സംഭവിക്കാൻ, ആത്മഹത്യകൾ സംഭവിക്കാൻ, അങ്ങനത്തെ നിലവാരത്തിൽ ദേശത്ത് വീണിരിക്കുന്ന ചില അന്ധകാരത്തിന്റെ കുരുക്കുകൾ അഴിയാൻ ഇവിടെ ചിലര് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ വന്നിരിക്കുക. അതുകൊണ്ട് ഇന്ന് രാത്രി തിരിച്ചറിയ, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവർ വന്നാൽ അവിടെ ശത്രുവിന്റെ ഇഷ്ടം നടക്കില്ല.
ഹല്ലേലൂയ. നടക്കില്ല. ഞാനൊരു സത്യം പറയുന്ന കേട്ടോ, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവർ നിങ്ങളുടെ വീട്ടിൽ വന്ന് ഒരു പാട്ടുപാടി സ്തോത്രം ചെയ്താൽ, കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ, നിങ്ങളുടെ വീട്ടിൽ പാവിരിച്ച് മുട്ടയിലിരുന്ന് സ്തോത്രം ചെയ്താൽ, നിങ്ങളുടെ വീട്ടിലെ അഴിയാ കുരുക്കുകൾ അഴിയും, അനർത്ഥങ്ങൾ അഴിയും. സ്വർഗം ഇന്ന് രാത്രി പ്രവചനം പോലെ പറയുന്നു, ആർക്കോ വേണ്ടി പറയുന്നു. എത്ര ശ്രമിച്ചിട്ടും സ്വസ്ഥത വരാത്ത, എത്ര മരുന്ന് കഴിച്ചിട്ടും മാറാത്ത ചില വിഷയങ്ങൾ, അത് ചിലപ്പോൾ ബ്രദർ സിസ്റ്റർ, അത് ഞങ്ങൾ ഈ പറയുന്നത് പോലെ സാത്താന്യ കുരുക്കുകളായിരിക്കാം, ബന്ധനങ്ങളായിരിക്കാം. അത് മുറുകി പോകാതിരിക്കാനാണ് ഈ സഭ ഇവിടെ യോഗം വെപ്പിച്ചത്. ദൈവം, എനിക്ക് നാടിനെ അറിയില്ല, 1000 പ്രാവശ്യം ഈ റോട്ടിലൂടെ സ്തോത്രം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ട്. പക്ഷെ ഇന്ന് രാത്രി തിരുവനന്തപുരത്ത് കടന്ന ഒരു സഭ ഇവിടെ വന്ന് 3-4 ദിവസത്തെ യോഗം വെക്കാൻ ദൈവം പറഞ്ഞെങ്കിൽ അതിൻ്റെ പുറകിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. സ്വർഗം ഇന്ന് രാത്രി ആത്മാവിൽ പറയുന്നു, ഇവിടെ ചില കുരുക്കുകൾ അഴിയാനുണ്ട്, ഇവിടെ ചില കുടുംബങ്ങളെ ബന്ധിച്ചിട്ട് പോയ ചില ബന്ധനങ്ങൾ അഴിയാനുണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരുടെ ജീവിതത്തിൽ ചില ഇരുട്ടുകൊണ്ട് പൂട്ടിയത് സ്വർഗം വെളിച്ചം കൊണ്ട് അഴിക്കാം. വിശ്വസിച്ചുകൊണ്ട് ഒരല്പസമയം ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയുന്ന തിരിച്ചറിവിന് പ്രായമുള്ള എല്ലാവരും ഇത് കേട്ടിട്ട് പരിഹാസികളാകരുത്. നിങ്ങൾക്ക് പറ്റുന്നത് പോലെ സർവശക്തനായ ദൈവമേ എന്ന് വിളിച്ച് നന്ദി പറ. എന്നെ സൃഷ്ടിച്ച ദൈവമേ, എന്നെ സൃഷ്ടിച്ച ദൈവമേ, എനിക്ക് കുടുംബം തന്ന ദൈവമേ, അങ്ങേക്ക് മഹത്വം, അങ്ങേക്ക് സ്തോത്രം. അങ്ങല്ലാതെ ദൈവമില്ല, അങ്ങയെപ്പോലെ ആരാധ്യനില്ല എന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ സ്വർഗം പറയുന്നു, ചില കെട്ടുകൾ അഴിയും. ഹല്ലേലൂയ. പരിഹസിച്ചാൽ അത് മുറുകി ആർക്കും അഴിക്കാൻ പറ്റാതെയാവും. പിന്നെ പ്രാർത്ഥിക്കാനൊന്നും വന്നാൽ ചിലപ്പോൾ നടന്നെന്നിരിക്കുകയല്ല. പക്ഷെ ഇപ്പോഴൊരു ചാൻസ് ദൈവം തരിക. ഇന്ന് രാത്രി 3-ാം രാത്രിയിലെ പ്രത്യേകത മഹത്വം കൊടുക്കുന്നവരുടെ കുരുക്കടിയുന്ന രാത്രിയാ. അതിന് ഓൺലൈൻ ഇരുന്ന് കേൾക്കുന്നവർ അങ്ങ് ഓസ്ട്രേലിയയിലോ ഇംഗ്ലണ്ടിലോ അമേരിക്കയിലോ കാനഡ എവിടെയാട്ടെ, മഹത്വം നിന്റെ വീട്ടിലിറങ്ങിയാൽ, അതിന് ചിലർ വീട്ടിൽ കയറിയാൽ, നിന്റെ വീട്ടിലെ എല്ലാരും കേൾക്കട്ടെ, മഹത്വം കൊടുക്കാൻ തുടങ്ങിയാൽ കുരുക്കുകൾ അഴിയും. നമുക്കൊരു വാക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ച് രാത്രിയിലെ സന്ദേശത്തിലേക്ക് കടക്കാം. കണ്ണുകൾ അടച്ചൊരു വാക്ക് പ്രാർത്ഥിച്ചാട്ടെ. മഹത്വം കൊടുക്കാൻ ദൈവം എന്നെ വിളിച്ചിരിക്കുക എന്നുള്ള ബോധ്യത്തോടെ എവിടെയെങ്കിലും എൻ്റെ അറിവുകേട് കൊണ്ട് ദൈവിക വ്യവസ്ഥകളെ ഞാൻ പരിഹസിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമെന്ന് പറയണം. ദൈവത്തെ പരിഹസിച്ചുകൂടാ. അവരെല്ലാം വേദനകൾ അനുഭവിച്ച ഈ മണ്ണിൽ നിന്ന് പോയിട്ടുള്ളൂ. ദൈവത്തിന് മഹത്വം കൊടുത്തവർ ജനിച്ചത് കൊച്ചു വീട്ടിലാണെങ്കിലും അവരെ എല്ലാവരും ഒറ്റപ്പെടുത്തിയാലും മഹത്വം കൊടുത്തവരെ ദൈവം മാനിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി നമുക്കൊരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞാൻ ഈ രാത്രി സത്യദൈവത്തെ എൻ്റെ കഴിവിൻ്റെ പരമാവധി നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ മുമ്പിൽ ഉയർത്തി കാണിക്കാം. കേൾക്കും തോറും ദൈവത്തിന് മഹത്വം കൊടുത്തോളണം. ദൈവം അത് ചെയ്യട്ടെ. പരിശുദ്ധ പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ നല്ല രാത്രി കർത്താവിൻ്റെ ശ്രേഷ്ഠദാസനും സഭയും ക്രമീകരിച്ച ഒരു മീറ്റിങ്ങിൽ കൂടെ പ്രസംഗിപ്പാൻ എന്നെ ദൈവം യോഗ്യനാക്കിയല്ലോ. എൻ്റെ കർത്താവിനെ പ്രസംഗിപ്പാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല കർത്താവേ. എന്നെ അതിന് വിളിച്ചത് കൊണ്ടാണ് എനിക്കത് പറയാൻ പറ്റിയത്. ഞാനത്ര ജ്ഞാനിയല്ല, ഞാനത്ര ശ്രേഷ്ഠനല്ല. കർത്താവ് എനിക്ക് ഈ പദവി തന്നതിന് നന്ദി. ഇന്ന് രാത്രി യേശുവിനെ ഉയർത്തുമ്പോൾ, അങ്ങേക്ക് ചിലർ മഹത്വം കൊടുക്കുമ്പോൾ അങ്ങ് ഇവിടെ ഇറങ്ങി വരണം. ഈ ദേശത്ത് യോഗ നിമിത്തം ഒരു വിടുതലുണ്ടാകണം. സ്വർഗം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കണമേ സ്വർഗീയ പിതാവാം ദൈവമേ. കരമുയർത്തി ഒന്നോടെ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. എബ്രായ ലേഖനം 1-ാം അധ്യായം
മൂന്നാമത്തെ വാക്യം വായിച്ചുകൊണ്ടാണ് രാത്രി കർത്താവിൻ്റെ വചനം പറയാൻ ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ബൈബിൾ കൊണ്ടിരുന്നിരിക്കുന്നവർ എല്ലാവരും ബൈബിൾ നിവർത്തുക. സ്തോത്രം, ഹല്ലേലൂയ. എന്നിട്ട് ബൈബിൾ വായിക്കുമ്പോൾ ആ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അതൊക്കെ ഒരു കീഴ്വഴക്കം, മാന്യത, ഞാനിപ്പോൾ പറഞ്ഞതുപോലെ മഹത്വം കൊടുക്കുന്നതിന് തത്തുല്യമാണിതെല്ലാം. അതുകൊണ്ട് 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം എബ്രായ ലേഖനത്തിൽ നിന്ന് വായിച്ചു കേൾപ്പിക്കും. ദയവായി വായിച്ചാട്ടെ. അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കയും. മതി മതി, ആ വാക്യം അങ്ങ് തുടരുകയാണ്, ഫുൾ സ്റ്റോപ്പ് ഇല്ലാതെ. പക്ഷെ അത്രയും വായിച്ചു വിട്ടതുകൊണ്ട് കഥ എനിക്കതിനകത്തുനിന്നൊരു വാക്ക് മതി ഇന്ന് രാത്രി യേശുവിനെ പ്രസംഗിക്കാൻ. അതുകൊണ്ട് ആ വാക്യം അവിടെ തീരുന്നില്ലെങ്കിലും ഞാൻ മുമ്പോട്ട് വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വായിച്ചതിങ്ങനെയാണ്, അവൻ അവൻ്റെ എന്ന് പറഞ്ഞുകൊണ്ടാണ് വാക്യം ആരംഭിച്ചത്. അങ്ങനെ പറയുന്നത് തന്നെ ഒരു അഭംഗിയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം സ്തോത്രം, അവൻ അവൻ്റെ എന്നൊക്കെ പറയുമ്പോൾ ആരാ ഈ പറയുന്നത് പുറത്തെടുത്തുനിന്ന് കേട്ടാൽ എന്ത് വിചാരിക്കും? അപ്പോൾ അതൊന്ന് ഭംഗിയായിട്ട് പറയാം. 100 വർഷങ്ങൾക്ക് മുമ്പ് അച്ചടിച്ചതാണ് ഈ മലയാളത്തിലെ ബൈബിൾ. ഇത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ നമ്മളെപ്പോലെ പ്രാർത്ഥിച്ച് ഉപവസിച്ച് ഭക്തിയോടെ സ്തോത്രം ഒന്നും ആത്മീക നിലവാരത്തിലുള്ള ആളുകളല്ല ഇത് മലയാള വിവർത്തനം ചെയ്യുന്നത്. അന്ന് സായിപ്പ് ഇവിടെ വന്നപ്പോൾ ഈ പുസ്തകം നമ്മുടെ ഭാഷയിലേക്ക് വരുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്ന സമയത്ത് അന്ന് ഭാഷാ പണ്ഡിതരോ വിവർത്തകരൊന്നും ഇല്ലാത്തപ്പോൾ അന്നത്തെ രാജകൊട്ടാരത്തിലെ ഭാഷാ പണ്ഡിതന്മാരായിരുന്ന ആളുകളായിരുന്നു ഇത് വിവർത്തനം ചെയ്തത്. അവരൊക്കെ മറ്റിതര മതസ്ഥരായിരുന്നു. എങ്കിലും അന്നത്തെ കാലത്ത് ഇത്രയും വൈരമില്ല. ഇന്ന് ബൈബിള് കത്തിക്കുന്ന കാലമാണ്. അന്ന് ഇത് വിവർത്തനം ചെയ്ത് തന്നത് അക്ഷരങ്ങളെ പൂജിക്കുന്ന ഭക്തിയുള്ള ആളുകളായിരുന്നു. സ്തോത്രം. അപ്പോൾ അവരാണ് പരിവർത്തനം ചെയ്ത് നമ്മുടെ മലയാളത്തിൽ തന്നത്. അപ്പോൾ അന്ന് 100 വർഷങ്ങൾക്കപ്പുറമുള്ള ആ വാക്കുകൾക്കകത്ത് അവരിത്രയൊന്നും വിചാരിച്ചില്ല. പക്ഷെ നമ്മളിവിടെ ഇരിക്കുന്നവർ വെളിച്ചം കയറിയവരാണ്. സ്തോത്രം. അവരിത് വായിക്കുമ്പോൾ ഇച്ചിനോട് ബഹുമാനത്തോടെ വായിക്കുന്നത് നല്ലതാണ്. അവനവൻ്റെ എന്ന് പറഞ്ഞാൽ ആരാരുടെ എന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അങ്ങനെ പറയണമെങ്കിൽ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ആദ്യം പറയുന്ന അവൻ എന്ന വാക്ക് യേശുവിനെയാണ് ഉദ്ദേശിക്കുന്നത്. അവൻ്റെ എന്ന് പറയുന്നത് പിതാവായ ദൈവത്തെയാണ്. അപ്പൊ യേശുക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്തിരുന്നവനാണ്. ആ ഒരൊറ്റ വാക്യത്തിനകത്ത് യേശുക്രിസ്തുവിനെ കുറിച്ച് 5 കാര്യങ്ങളാണ് പറയുന്നത്. ഒറ്റ വാക്യത്തിൽ യേശുവിനെ കുറിച്ച് 5 കാര്യങ്ങളാണ് പറയുന്നത്. യേശു ആരാണ് എന്ന് ചോദിച്ചാൽ ഓരോരുത്തരും ഓരോ രീതിയിലാണ് പറയുന്നത്. നമ്മൾ ചോദിച്ചാൽ നമ്മൾ പറയും എൻ്റെ രക്ഷകനാണ്, എൻ്റെ കാന്തനാണ്, എൻ്റെ വീണ്ടെടുപ്പുകാരനാണെന്നൊക്കെ നമ്മൾ ഈ അടച്ചിട്ട ഹോളിനകത്തിരുന്ന് പറയും. പക്ഷെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ യേശു ആരെന്നുള്ള ചോദ്യത്തിന് ശാസ്ത്രത്തിന്, ഇവിടുത്തെ സമൂഹത്തിന്, മതങ്ങൾക്ക്, യഹൂദന്മാർക്ക്, ശത്രുക്കൾക്ക്, സുവിശേഷ വിരോധികൾക്ക് എല്ലാം യേശുവിനെ കുറിച്ച് അവരവർക്ക് അറിഞ്ഞതനുസരിച്ചിട്ടാണ് അവർ യേശുവിനെ വിലമതിച്ചത്. യഹൂദന്റെ നാട്ടിൽ യേശുക്രിസ്തു ജനിച്ചു വളരുമ്പോൾ ഏകദേശം 30 വർഷത്തോളത്തോളം യഹൂദന്മാർ മുഴുവൻ പറഞ്ഞുകൊണ്ട് നടന്നത് ഇവൻ തച്ചനാണ്, തച്ചന്റെ മകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടന്നത്. പിന്നീടാണ് ദൈവത്തിൻ്റെ പുത്രനാണെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ വേദപുസ്തകത്തിനകത്ത് യേശുക്രിസ്തു ആരാന്ന് എഴുതിയിരിക്കുന്ന അനേകം വാക്കുകളുണ്ട്. എബ്രായ ലേഖനത്തിനകത്ത് മാത്രം 74 വാക്കുകളാണ് യേശുവിനെ പറ്റി എഴുതി. യേശു എന്നല്ല, യേശുവിനെ പറ്റി യേശു ആരാന്ന് അറിയണമെങ്കിൽ ഈ പുസ്തകം വായിക്കണം. യേശുവിൻ്റെ പടം വെട്ടിവെച്ചിട്ട് അഭിപ്രായം പറയരുത്. പുസ്തകം വായിച്ചിട്ടേ അഭിപ്രായം പറയാവൂ. ഒരു സ്തോത്രം പറഞ്ഞാൽ എല്ലാവരും കൂടെ വേദപുസ്തകം വായിക്കണം, കൂടുതൽ വായിക്കണം. എബ്രായ ലേഖനം മാത്രം വായിച്ചാൽ 74 പദങ്ങൾ കൊണ്ട്
യേശുവിനെ അവതരിപ്പിക്കുകയാണ്. 74 പദങ്ങൾ, 74 പദങ്ങളും ഞാൻ തന്നെ ഇരുന്ന് എഴുതി എൻ്റെ ഡയറിയിൽ ക്രമീകരിച്ച് ആ 74 പദങ്ങളും ക്രിസ്തുശാസ്ത്രത്തിലെ യേശുക്രിസ്തുവിനെ കുറിച്ച് ഒരു വലിയ നിഘണ്ടു കണക്ക് എഴുതാൻ പാകത്തിനുള്ളതുണ്ട്. പക്ഷെ സമയപരിധി കൊണ്ടാണ് എഴുതി വരാത്തത്. അത്രയ്ക്ക് ആശയ സമ്പുഷ്ടമാണ് യേശു. സ്തോത്രം. ഒരു വാക്ക് തന്നെ എടുത്താൽ ഒരു 10-15 പേജിൽ ഒരു അധ്യായം എഴുതാൻ കഴിയുന്നതാണ് യേശുവിനെ കുറിച്ച്. അതുകൊണ്ട് ഒരു നിഘണ്ടു ഇറക്കാം. ഒരു ചെറിയ കൈപ്പുസ്തകമല്ല. ഈ 74 വാക്കുകൾ മാത്രം വിശദീകരിച്ചാൽ ഒരു നിഘണ്ടുവായി പുറത്തു കൊണ്ടുവരാം. കഴിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. സ്തോത്രം. നന്നായിട്ട് ആ കാര്യം പഠിച്ചെഴുതാൻ പറ്റുമെങ്കിൽ, കഴിവുള്ളവരുണ്ടെങ്കിൽ. 74 വാക്കുകളാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇവിടെ തന്നെ 5 വാക്ക് കിട്ടിയല്ലോ. 5 ഞാൻ ഇപ്പം തന്നെ പറഞ്ഞു തരാം. നോക്കി. 1, യേശുക്രിസ്തു ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ പ്രഭയാണ്. യേശു ആര്? സ്തോത്രം. അവൻ ദൈവ തേജസ്സിൻ്റെ പ്രഭയാണ്. ഞാൻ അതിനെയാണ് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. അത് വിശദീകരിക്കാം. 2-ാമത്തെ ആ വാക്യത്തിൽ പറയുന്നു, യേശുക്രിസ്തു തത്വത്തിൻ്റെ മുദ്രയാണ്. തത്വം അതിൻ്റെ മുദ്രയാണ് എന്ന് പറയുമ്പോൾ എന്താ? അതും വലിയൊരു പ്രസംഗ. അങ്ങനെയാണെങ്കിൽ 5 ദിവസം എന്നെ തന്നെ പ്രസംഗിക്കാൻ വിളിക്കണമായിരുന്നു. സ്തോത്രം. ചുമ്മാ പറഞ്ഞാണ്. സ്തോത്രം. കാരണം അത് ഓരോന്നും അങ്ങനെ അത് ഓരോന്നും പറയാൻ പോയി കഴിഞ്ഞാൽ ഒന്നും ആകുകയില്ല. ഒരെണ്ണം ഞാൻ പറയാം. ഒരെണ്ണം പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി അത് വെച്ച് പ്രാർത്ഥിക്കാം. അത് മുറുകെ പിടിച്ചാൽ ഇന്ന് രാത്രി ഒരു വിടുതലും കൊണ്ടേ പോകുള്ളൂ. 2-ാമത്തതാണ് തത്വത്തിൻ്റെ മുദ്ര. 3-ാമത്തത് അവിടെ പറഞ്ഞിരിക്കുന്നത്, സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ. യേശു ആര്? സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ. സ്തോത്രം. ഹല്ലേലൂയ. 4-ാമത്തത് അവിടെ എഴുതിയിരിക്കുന്നു, സ്തോത്രം, പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയവൻ. യേശു ആര്? ഈ അവകാശവാദം ഉന്നയിക്കാൻ ലോകത്തിലെ ഒരൊറ്റയാളും കയറി വരികയല്ല. പാപത്തിന് പരിഹാരമുണ്ടാക്കിയ ഒരുവൻ ലോകത്തിലുണ്ടെങ്കിൽ അത് യേശുക്രിസ്തു മാത്രമാണ്. പാപപരിഹാരത്തെക്കുറിച്ച് സ്തോത്രം ഉപദേശങ്ങൾ പറഞ്ഞ പലരും കണ്ടേക്കാം. പാപത്തെക്കുറിച്ച് സ്തോത്രം സൊല്യൂഷൻ പരിഹാരം പറഞ്ഞവർ കണ്ടേക്കാം. പക്ഷെ പരിഹാരം വരുത്തിയവൻ യേശു മാത്രമേ ഉള്ളൂ. 4-ാമത്തതാണത്. 5-ാമത്തത്, മഹിമയുടെ വലത്തുഭാഗത്തിരുന്നവൻ. മഹിമയുടെ വലത്തുഭാഗം എന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നതിനെ കുറിച്ച് 9 വാക്യങ്ങൾ ബൈബിളിലുണ്ട്. 9 വാക്യങ്ങൾ. 9 ഒരേ വാക്യമല്ല. ഓരോരോ ദൗത്യം പൂർത്തീകരിച്ചിട്ടാണ് യേശു പോയിരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. യേശു പോയിരുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ മനുഷ്യൻ ചെയ്തിട്ട് തീരാത്തത്, നമ്മുടെ വല്യപ്പച്ചൻ്റെ കാലം മുതൽ ചെയ്തിട്ട് പരിഹാരം വരാത്തത്, ഒതുങ്ങാത്തത്, കഴിയാത്തത്, യേശു ഇവിടെ വന്ന് ചുരുങ്ങിയ കാലം കൊണ്ട് ഇതിനൊക്കെ കൈകാര്യം ചെയ്തതിന് ശേഷം എല്ലാം നിവർത്തിയായി, ഒന്നും ബാക്കിയിടാതെ കംപ്ലീറ്റ് നിവർത്തിയായതിനു ശേഷമാണ് യേശു പോയിരുന്നത്. ആ 9 കാര്യങ്ങൾ തന്നെ ഒരു വലിയ സംഭവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ കണ്ടോ, ഈ ഒരൊറ്റ വാക്യത്തിൽ തന്നെ 5 എണ്ണായി. ഇനി 69 എണ്ണം കണ്ടുപിടിച്ചാൽ മതി. 74 എന്നല്ലേ പറഞ്ഞേ? 5 എണ്ണം ഞാനിപ്പോൾ തന്നിട്ടുണ്ട്. ഇനി 69 എണ്ണം കണ്ടുപിടിച്ചാൽ മതി. സ്തോത്രം. ഇച്ചിരൂടെ വായിച്ചാൽ നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് കടന്നാൽ കാര്യങ്ങൾ കിട്ടും. എന്തിനാണ് യേശുക്രിസ്തുവിനെ ഈ ലേഖനത്തിനകത്ത് ഇത്രയും അധികം പ്രതിപാദിച്ചത്? ഈ ലേഖനം എഴുതിയത് യഹൂദന്മാരായിരിക്കുന്ന ആളുകൾ വിശ്വാസത്തിലേക്ക് വന്നവർക്ക് വേണ്ടിയിട്ടാണ്. യഹൂദന്മാർ, ലോകത്തിലെ ഏറ്റവും തീവ്രമായ മതം യഹൂദ മതമാണ്. ആ മതം വിശ്വസിച്ചിരുന്ന ഒരാളെ വേറൊരു മതത്തിലേക്ക് കൺവെർട്ട് ചെയ്താൽ, വേറൊരു വിഭാഗത്തിലേക്ക് പോയാൽ അവരെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് വന്ന് അവരെ പരസ്യ സ്ഥലത്ത് വെച്ച് കല്ലെറിഞ്ഞു കൊല്ലാനും വിവിധ രീതിയിൽ ശിക്ഷ നടപ്പാക്കാനും അവരുടെ മതകോടതിക്ക് അനുവാദം ഉണ്ടായിരുന്നു. മതകോടതിയുള്ള രാജ്യങ്ങൾ ഈ ലോകത്തിലുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ഭരണകൂടം കാണും, പക്ഷേ മതകോടതി എന്ന് പറയുന്നൊരു കോടതി, അവരുടെ അധികാരികളായിരിക്കുന്ന ആളുകൾക്ക് വിധിക്കാൻ
ശിക്ഷിക്കാൻ, ശിക്ഷ നടപ്പാക്കാൻ അവകാശമുള്ള രാഷ്ട്രങ്ങൾ നമ്മുടെ തലമുറയിൽ ഈ ലോകത്തിലുണ്ടായിരുന്നു. യഹൂദ മതമതായിരുന്നു, മതകോടതി. സ്തോത്രം. അവർക്ക് തെരഞ്ഞു പിടിച്ചു വന്ന് കൊണ്ടുവന്ന് കല്ലെറിഞ്ഞു കൊല്ലായിരുന്നു. എന്നിട്ടും മരണം ഉണ്ടാകുമെന്നറിഞ്ഞിട്ടും യേശുവിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ മരണത്തെക്കാൾ വലുത് യേശുവാണെന്ന് വിശ്വസിച്ച് ഒരു വലിയ കൂട്ടം ആളുകൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. അവർ കുറെ കാലം കഴിഞ്ഞപ്പോൾ സ്ട്രഗിൾ ചെയ്യുക, വലിയ ബുദ്ധിമുട്ടിലാകുക. അങ്ങനെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുമ്പോൾ അവരെ പിടിച്ചു നിർത്താൻ വേണ്ടി പരിശുദ്ധാത്മാവ് എഴുതിപ്പിച്ച ലേഖനമാണ് എബ്രായ ലേഖനം. അതിനകത്ത് വേറൊന്നും എഴുതിയില്ല, അതിനകത്ത് വിടുതലോ ഇതൊന്നും എഴുതിയിട്ടില്ല. അതിനകത്ത് ഏറ്റവും കൂടുതൽ എഴുതിയത് നിങ്ങൾ രക്ഷിതാവായി സ്വീകരിച്ച യേശു സാധാരണക്കാരനല്ല, അവൻ ആരാണ് എന്ന് 74 വാക്കുകളിലൂടെ തെളിയിച്ചു. അതിൽ നിന്ന് നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? പ്രശ്നങ്ങൾ ജീവിതത്തിൽ കൂടുകയാണെങ്കിൽ, പ്രതിസന്ധികൾ കൂടുകയാണെങ്കിൽ നിങ്ങൾ അന്വേഷിക്കേണ്ടത്, നിങ്ങൾ അറിയേണ്ടത് പ്രശ്നം ഉണ്ടാക്കിയത് ആരാന്നല്ല, പ്രശ്നം ഉണ്ടാക്കുന്നവൻ ആരാന്നല്ല, പ്രശ്നം പരിഹരിക്കുന്ന ഒരുവനുണ്ട്. അവനെ കുറിച്ച് അറിഞ്ഞതിനേക്കാൾ കൂടുതൽ അറിയാൻ തയ്യാറായാൽ നിങ്ങൾക്കെതിരെ വരുന്ന സകല പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റാത്തത് നിങ്ങൾ അറിഞ്ഞവൻ പരിഹരിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പരിശുദ്ധാത്മാവിൽ നിങ്ങൾ ചിലരോട് പറയാം, നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ, ഞങ്ങളെപ്പോലത്തെ ദൈവദാസന്മാരുടെ അടുക്ക വന്ന് ഞാൻ വേറെ വഴിക്ക് തിരിയാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നില്ല, പ്രശ്നം വെക്കാനും കൈ നോക്കാനും കാര്യം നോക്കാനും പോകുന്നവരെ കുറിച്ച് പറയുന്നില്ല. പ്രാർത്ഥിക്കാൻ വന്ന ദൈവമക്കളോട് പറയാം, ഞങ്ങളെപ്പോലത്തെ ഒരു ദൈവദാസന്റെ അടുക്കൽ വന്നിട്ട് ഞങ്ങൾക്ക് പ്രശ്നമുണ്ടോ, ഞങ്ങൾക്കെതിരെ ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിനേക്കാൾ നിങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങൾക്ക് യേശു മതിയായവനാണ്, യേശു മതിയായവനാണ് എന്ന് നീ വിശ്വസിച്ചാൽ, ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ആരാണെങ്കിലും നീ അനുഭവിക്കുന്ന വിഷയങ്ങൾക്ക്, നിന്റെ തലമുറ അനുഭവിക്കുന്ന വിഷയങ്ങൾക്ക് യേശു മതിയായവനാണ് എന്ന് വിശ്വസിക്കാൻ തയ്യാറായാൽ പരിഹാരം ഉണ്ടാകും. ഹല്ലേലൂയ. എനിക്ക് ആ വഴിക്ക് പ്രസംഗം കൊണ്ടുപോകാൻ ഉള്ള വാക്യങ്ങൾ എൻ്റെ മനസ്സിനകത്ത് വരുന്നുണ്ട്. പക്ഷെ ഞാൻ ആ വഴിക്ക് കൊണ്ടുപോകുന്നില്ല. ഞാൻ അല്ലെങ്കിൽ ഈ പറഞ്ഞു വെച്ചിരിക്കുന്ന വാക്കിലേക്ക് തന്നെ വരാൻ വേണ്ടി ആഗ്രഹിക്കാം. എങ്കിലും ഞാനൊരു വാക്ക് ആവേശത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നവർക്ക് ഷാജി പാസ്റ്ററുടെ സ്വന്തം അഭിപ്രായമല്ല, വേദപുസ്തകത്തിന് സത്യമാണെന്ന് അറിയാൻ വേണ്ടി ഒരു വാക്ക് ഞാൻ പറയാം. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? സ്തോത്രം. യേശുക്രിസ്തുവിനെ അറിയുന്നതത്രേ നിത്യജീവനെന്ന്. ഏറ്റവും വലിയ സംഭവം നിത്യജീവനാണ്. നിത്യജീവൻ കിട്ടാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ അതിന് ബൈബിൾ എഴുതിയിരിക്കുന്ന ഒറ്റ കാര്യമാണ്. പ്രാർത്ഥിച്ച് ദൂത് പറയുന്ന ഒരു ദൈവദാസനെ അറിഞ്ഞതുകൊണ്ട് നിത്യജീവൻ കിട്ടിയാല. സ്തോത്രം. മനസ്സിലായോ? നിങ്ങളുടെ വിച്ചടെ പച്ചക്കങ്ങ് പറയുക. കാരണം ഇവിടെ ഇന്ന് മഹത്വം ഇറങ്ങി, ഇന്ന് കുരുക്കുകൾ അഴിയണം. അതുകൊണ്ട് ഒന്നും പിടിച്ചു വെക്കാതെ പറയുക. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ച് നടന്ന് നിങ്ങളുടെ ടൈൽസിന്റെ അടിയിലോ കുത്തുകലിന്റെ അടിയിലോ കൂടോത്രോ സ്തോത്രം കൈവശം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നൊരു ദൈവദാസനെ അറിഞ്ഞാൽ നിങ്ങൾക്കൊരു പക്ഷേ ഇഷ്ടിക അടക്കി അതിന്റെ അടിയിൽ നിന്ന് സംഭവം മാറ്റാൻ പറ്റും. പക്ഷെ നിത്യജീവൻ കിട്ടിയാല പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്നാൽ വേദപുസ്തകം പഠിപ്പിക്കുന്നു, യേശുക്രിസ്തുവിനെ അറിഞ്ഞാൽ അവനെ അറിയുന്തോറും വിടുതലുകൾ വ്യാപരിക്കും. അവനെ അറിയുന്തോറും ശക്തി വർദ്ധിക്കും. അവനെ അറിയുന്തോറും സമാധാനം വർദ്ധിക്കും. യേശുവിനെ അറിയുന്തോറും നിന്റെ ജീവൻ വർദ്ധിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, ഈ പുസ്തകത്തിന്റെ ഔട്ടറിൽ നിന്നുകൊണ്ട് പറയുക, ഏറ്റവും കഷ്ടം സഹിച്ച 1-ാം നൂറ്റാണ്ടിലെ കൂട്ടരാണ് എബ്രായ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെടുന്ന യഹൂദ മതത്തിൽ നിന്നും വിശ്വാസത്തിലേക്ക് വന്ന ആളുകൾ. അവരനുഭവിക്കുന്ന വേദനകൾക്ക് പരിഹാരമായി പരിശുദ്ധാത്മാവ് നിശ്ചയിച്ചത് ഒരു പാസ്റ്ററെ സ്ഥലം മാറ്റി ചില കൃപയുള്ള
ഒരു കഴിവുള്ള ഒരാളെ അങ്ങോട്ട് സ്ഥലം മാറ്റി കൊടുക്കുകയല്ല ചെയ്തത്. ഒരു ലേഖനം അങ്ങ് എഴുതി കൊടുത്തു. അതിനകത്ത് 74 വാക്കുകൾക്കകത്ത് നിന്നെ വിളിച്ചവൻ ആരാന്ന് നിനക്കറിയാമോ എന്ന് എഴുതി കൊടുത്തു. അവൻ്റെ ശക്തി എന്താന്ന് എഴുതി കൊടുത്തു. അവൻ ആരാന്ന് എഴുതി കൊടുത്തു. അത് വിശ്വസിച്ച ജനത്തിന് വിടുതലുണ്ടായി. ഇല്ലെങ്കിൽ 1-ാം നൂറ്റാണ്ടിൽ ഈ മാർഗം പൂട്ടിപ്പോയേനെ. അവര് വളരെ പിന്മാറ്റത്തിൽ പോയേനെ. ഇന്ത്യയിലൊക്കെ സുവിശേഷം വന്നത് പിന്നെയല്ലേ. ആദ്യ നൂറ്റാണ്ടിൽ ഈ സംഭവം യഹൂദന്റെ ഇടയിലല്ലേ വന്നത്. ആദ്യത്തെ എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് പുറത്തേക്ക് വരാൻ തുടങ്ങിയത്. അപ്പൊ ആദ്യമേ തന്നെ പിശാച് ഈ മാർഗത്തിലേക്ക് ഇറങ്ങിയ ആദ്യത്തെ ആളുകൾ യഹൂദന്മാരാണ്. മാളികമുറിയിൽ 3000 പേര് സ്നാനപ്പെട്ടത് സ്തോത്രം. ഇവിടെ പെരുന്നാളിന് യഹൂദന്റെ സിനഗോഗിൽ അല്ലെ ദേവാലയത്തിൽ പെരുന്നാളിന് വന്നവരാണ്. അവരാണ് ഈ കഷ്ടപ്പെടുന്നത്. അവര് പിന്മാറ്റത്തിൽ പോയിരുന്നെങ്കിൽ ഈ മാർഗത്തിന്റെ വാതിലടഞ്ഞേനെ. അടയാതെ 2000 വർഷമായി ഇത് ലോകത്തിലേക്ക് വ്യാപരിക്കാൻ കാരണം കഷ്ടതയും പ്രയാസം ഉണ്ടായിരുന്നെങ്കിലും കഷ്ടത്തെ അവരധികം അറിഞ്ഞില്ല. കഷ്ടത്തെ ഉണ്ടാക്കുന്ന പിശാചിനെ അവരധികം അറിഞ്ഞില്ല. കഷ്ടത്തെ ഉണ്ടാക്കുന്ന പിശാച് ഉപയോഗിക്കുന്ന ചില വൻകിട ശക്തികളെയും വ്യക്തികളെ അവരറിഞ്ഞില്ല. അവരെ വിളിച്ച ദൈവത്തെ അവർ ഓരോ ദിവസവും അറിഞ്ഞുകൊണ്ടിരുന്നു. അധികം അറിഞ്ഞുകൊണ്ടിരുന്നു. അറിഞ്ഞത് കൊണ്ട് അവർക്ക് മരണത്തെ പോലും ഭയമില്ലാതായി. യേശുവിനെ അറിഞ്ഞാൽ മരണത്തെ പോലും ഭയമില്ലാതാവും. ഹല്ലേലൂയ. പിശാചിനെ കുറിച്ചാണ് കൂടുതൽ അറിയുന്നതെങ്കിൽ നിങ്ങൾ മിക്കവാറും സ്തോത്രം എല്ലാ ദിവസവും മരിച്ചുകൊണ്ടിരിക്കുക. സ്തോത്ര ഹല്ലേലൂയ. എല്ലാ ദിവസവും മരിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. ഞാനൊരു പുസ്തകത്തിൽ അടുത്തിടയ്ക്ക് വായിച്ചു. രാജീവ് ഗാന്ധി മരിക്കുന്ന ആ സംഭവത്തോട് ബന്ധപ്പെട്ട് അന്നത്തെ ഇലക്ഷൻ കമ്മീഷണറായിരുന്ന TN ശേഷൻ അദ്ദേഹം ഒരിക്കൽ രാജീവ് ഗാന്ധിയോട് പറഞ്ഞു, വളരെ സൂക്ഷിച്ചു വേണം ഓരോ ചൂടുകൾ വെക്കാൻ, കാരണം നിങ്ങളുടെ ജീവന് ഭീഷണിയുണ്ട്. രാജീവ് ഗാന്ധി മറുപടി പറഞ്ഞത് ഞാൻ ഫേസ്ബുക്കിലെങ്ങാണ്ട് വായിച്ചേട്ടോ, അല്ലാതെ ഞാൻ അത് വായിച്ചത് ഇതാണ്: ഭീരുക്കൾ ഒരുപാട് പ്രാവശ്യം മരിക്കുന്നു, ധൈര്യശാലി ഒറ്റ പ്രാവശ്യം മരിക്കുന്നുള്ളൂ. പറഞ്ഞത് രാജീവ് ഗാന്ധിയാണെങ്കിൽ എത്ര സത്യ. സാത്താനെ പേടിച്ച് ജീവിക്കുന്നവർ ഇന്ന് തന്നെ 3 പ്രാവശ്യം മരിച്ചു കാണും. പിന്നെ ആരാണ്ടും ശവം എടുത്തുകൊണ്ട് വന്നവരെ അവിടെ കൊണ്ടിരുത്തിയതായിരിക്കും. എന്നാൽ തിരിച്ച് ഞാൻ പറയാം, യേശുവിനെ അറിഞ്ഞവർ അവർ സാത്താനെ ഭയപ്പെടുകയല്ല. അവർ യേശുവിൻ്റെ നാമത്തിൽ അവരെ പുറത്താക്കും. അതാണ് ഈ മാർഗത്തിന്റെ, ഈ നാമത്തിന്റെ, യേശുവിനെ അറിഞ്ഞവരുടെ പ്രത്യേകത. അതറിഞ്ഞവർ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. കേൾക്കൂ. ഒറ്റ വാക്ക്, 5 വാക്കുകളാണ് നമ്മൾ ആ വാക്യത്തിൽ വായിച്ചത്. അതിനാദ്യത്തെ വാക്ക് മാത്രം ഇന്ന് രാത്രി നമ്മുടെ കർത്താവിനെ കുറിച്ച് അധികം അറിയാൻ, നിങ്ങളുടെ മുമ്പിൽ വിസ്തരിക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ആദ്യത്തെ വാക്കിങ്ങനെയാണ്: നമ്മുടെ കർത്താവ് പിതാവായ ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ പ്രഭയാണ്. അങ്ങനെ പറഞ്ഞതും ഞാൻ പറഞ്ഞല്ലോ, ഒരു ആലങ്കാരികത അതിനകത്തുണ്ട്. ഭാഷാ പണ്ഡിതരാണ് മലയാള ബൈബിൾ വിവർത്തനം ചെയ്തത്. ഭാഷാ പണ്ഡിതൻ. സ്തോത്രം. ഇന്നിപ്പോൾ രാത്രി ഇവിടെ പ്രസംഗിക്കാൻ വന്നതൊരു ഭാഷാ പണ്ഡിതനായിരുന്നെങ്കിൽ നിങ്ങൾ പണ്ടേ ഉറങ്ങിയാനെ. സത്യം. എൻ്റെ കാരണം എന്താ? നമ്മൾ പാവപ്പെട്ട ഒരു ജീവിതത്തിൽ വൈകുന്നേരം വരെ അധ്വാനിച്ചിട്ട്, നിങ്ങൾ ഇരിപ്പ് കണ്ടാൽ അറിയാം, ഈ മഴയത്ത് അധ്വാനിച്ചിട്ട് വൈകുന്നേരം കർത്താവിനോടുള്ള ഭക്തി കൊണ്ട് ഇവിടെ വന്നിരിക്കുന്നത്. പകരത്തെ മുഴുവൻ വെയിലും കൊണ്ട് ക്ഷീണിച്ച്, എന്നിട്ടും ഇവിടെ നിങ്ങൾ ഉറങ്ങാതിരിക്കുന്നതിൻ്റെ കാരണം, സ്തോത്ര ഹല്ലേലൂയ, നിങ്ങളിത് കേൾക്കുമ്പോൾ സൂചി കയറുന്നത് പോലെ നമ്മുടെ കർത്താവിനെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് എന്തോ തുളച്ചു കയറുന്നുണ്ട്. ഭാഷാ പണ്ഡിതൻ വന്നിട്ട് സാഹിത്യത്തോടെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നമുക്കും പിടികിട്ടിയല്ല, പിള്ളേർക്കും പിടികിട്ടിയല്ല, സംഘാടകർക്കും പിടികിട്ടിയല്ല. കാരണം വലിയ വലിയ ഭാഷകൾ പറഞ്ഞിട്ട് അവതരിപ്പിച്ചിട്ട് പോവും, പിടികിട്ടിയല്ല. സ്തോത്രം. എപ്പോഴും
സാധാരണക്കാരായിരിക്കുന്ന ആളുകളോട് സുവിശേഷം ലളിതമായി പങ്കുവെക്കുക. യേശു അതാ ചെയ്തത്. സ്തോത്രം. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, രാജസദസ്സിലെ ഭാഷാ പണ്ഡിതർ അവരാണ് വിവർത്തനം ചെയ്തത്. അപ്പോൾ അവരെന്ത് ചെയ്തു? ഇംഗ്ലീഷിൽ നിന്ന് പരിവർത്തനം ചെയ്തപ്പോൾ മലയാളത്തിൽ പ്രത്യേകത, ഒരുപാട് പര്യായ പദങ്ങളുള്ള ഭാഷയാണ് മലയാളം. ഏറ്റവും അധികം പര്യായ പദങ്ങൾ. സ്കൂളിൽ പഠിച്ചിട്ടില്ലേ പര്യായം? അയ്യോ, പഠിച്ചിട്ടില്ലേ? ആനയ്ക്ക് മലയാളത്തിൽ 50 പര്യായ പദം ഉണ്ടെന്നാണ് പറയുന്നത്. ഭൂമിക്കും അത്രയും തന്നെ ഉണ്ടെന്ന്. സ്തോത്രം. അത്രയും പര്യായ പദങ്ങളുണ്ട്. അപ്പം അത്രയും സ്തോത്രം. നീ 50 വേണ്ട, ആനയുടെ ഒരു പര്യായ പദം അങ്ങനെ വേണം തുറച്ചു നോക്കുന്നു ആൾക്കാർ. അതുകൊണ്ട് ഗജമെന്ന് കേട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ആന. കുമ്പി എന്ന് കേട്ടിട്ടുണ്ടോ? അത് കേട്ടിട്ടില്ല. സ്തോത്രം. ഇതൊക്കെ ആനയാ. ഭൂമിക്കും അങ്ങനെ തന്നെയാ പര്യായ പദങ്ങൾ. അപ്പോൾ പര്യായ പദങ്ങൾ ഉള്ളത് കൊണ്ട് ഒരു ഭാഷാ പണ്ഡിതൻ കൈകാര്യം ചെയ്യുമ്പോൾ ഏറ്റവും ഉജ്ജ്വലമായൊരു ഭാഷ ഒരു വാക്കെടുത്തിടും. അപ്പം അങ്ങനെ ഒരു ഇവിടെ പറ്റി എന്ന് പറഞ്ഞാൽ, അവൻ്റെ തേജസ്സിൻ്റെ പ്രഭ എന്ന് പറഞ്ഞപ്പോൾ അർത്ഥത്തിന് വ്യത്യാസമൊന്നും വന്നില്ല, പക്ഷെ ഭാഷയ്ക്ക് ഇച്ചിരി കട്ടി വന്നു. അതുകൊണ്ട് ചിലർ സ്വോത്രം പറഞ്ഞെങ്കിൽ എല്ലാവർക്കും സ്വോത്രം പറയാൻ പറ്റിയില്ല. എൻ്റെ ചുമതല ഈ കാര്യം നിങ്ങളെ ബോധിപ്പിച്ച് എല്ലാവർക്കും സ്വോത്രം പറയാൻ പറ്റുന്ന രീതിയിലേക്ക് ഇതിനെ തെളിച്ചുകൊണ്ടിരാന്നുള്ളതാണ്. അതിന് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുക. സ്തോത്രം. ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ പ്രഭയാണ് യേശുക്രിസ്തു എന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മൾ മനസ്സിലാക്കണം? അതിന് ഇത്രയേ ഉള്ളൂ. സ്തോത്രം. ദൈവത്തെ വേദപുസ്തകം സൂര്യൻ എന്ന് വിളിച്ചിട്ടുണ്ട്. സൂര്യൻ എവിടെ എഴുതിയിരിക്കുന്നതെന്നറിയാമോ? വായിക്കണമെന്നില്ല. 84-ാം സങ്കീർത്തനത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ അഖിലാണ്ട സൃഷ്ടാവായിരിക്കുന്ന പിതാവായ ദൈവത്തെ വേദപുസ്തകത്തിനകത്ത് സൂര്യൻ എന്ന് വിളിച്ചിട്ടുണ്ട്. സൂര്യൻ. സ്തോത്രം. സൂര്യൻ അങ്ങ് അകലെ. എനിക്ക് കണക്കൊന്നും അറിയില്ല. ചില ആളുകളൊക്കെ എന്നെ കൃത്യം കണക്ക് പറയും. ഇവിടെ നിന്ന് എത്ര ദിവസം കൊണ്ട് സൂര്യന് ചെല്ലാം, ഇവിടെ നിന്ന് എത്ര ദൂരമുണ്ട്, സൂര്യൻ എത്ര വട്ടമുണ്ട്, ഇനി എത്ര ദിവസം കത്താനുള്ള ഇന്ധനം സൂര്യനകത്തുണ്ടെന്നൊക്കെ കൃത്യമായി പറയുന്ന ആൾക്കാരുണ്ട്. ഞാൻ സാധാരണക്കാരൻ്റെ പ്രസംഗികനായതിൻ്റെ പേര് സൂര്യനുണ്ടെന്നറിയാം, പക്ഷെ എവിടെ എത്ര ദൂരമൊന്നും പറയാൻ എനിക്കറിയില്ല. പഠിച്ചാലും ഞാൻ ഓർത്തിരിക്കുകയല്ല. സ്കൂളിൽ പഠിച്ച കാലത്ത് 5ൻ്റെയും 6ൻ്റെയും പട്ടിക പഠിക്കാൻ വേണ്ടി ഞാൻ ഒരു കൊല്ലം ശ്രമിച്ചിട്ട് പറ്റിയ ആളല്ല. മനപ്പാടം പഠിത്തം നടക്കുകയല്ല. പക്ഷെ ദൈവം തരുന്ന വെളിപ്പാടിലെ വല്ലതും പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഇത്രയും മനസ്സിലാക്കുക, സൂര്യനുണ്ട്. സ്തോത്രം. സൂര്യൻ പിതാവായ ദൈവമാണ്. ആ സൂര്യന്റെ പ്രഭയാണ് യേശു. ഈ വാക്യം ഇതുപോലെ തന്നെ പറഞ്ഞിരിക്കുന്നൊരു വാക്യമുണ്ട്. അത് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ. അത് വേണമെങ്കിൽ ഒന്ന് വായിച്ച് കേൾപ്പിച്ചേക്കണം. 1-ാം അധ്യായത്തിന്റെ 79-ാമത്തെ വാക്യം. ലൂക്കോസ് 1:79 വായിച്ചു. 1:79 വായിച്ചേ. ലൂക്കോസ് 1:79 വായിച്ചാട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 79-ാം വാക്യം വായിക്കാമോ? പെട്ടെന്ന് കണ്ടോ? ആ ആർദ്ര കരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. ഇച്ചിരൂടെ കട്ടി കുറഞ്ഞു വരുന്ന പോലെ തോന്നുന്നു. ആദ്യം എബ്രായത്തിനകത്തൊക്കെ എഴുതിയപ്പോഴത്തേക്കും പ്രഭാ തേജസ് എന്നൊക്കെ എഴുതി. ചിലരോട് ഇതിനകത്തേക്ക് വന്നപ്പോഴത്തേക്കും പറയുക ഉയരത്തിൽ നിന്ന് ഉദയം എന്നാക്കി. ഉദയം. അപ്പോഴും പ്രശ്നമുണ്ടാവും നമുക്ക്. അതിന് ശരിക്കുള്ള ആംഗലേയ ഭാഷ ഉദയം എന്ന വാക്കിന് ചില ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ സൺറൈസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. സൂര്യകിരണം. യോഹന്നാന്റെ സ്നാപകന്റെ അപ്പൻ സക്കറിയാവാണ് ഈ കാര്യം പറയുന്നത്. യേശുക്രിസ്തു വരാൻ പോവാ. യേശു വരുന്നതിനേക്കാൾ മുമ്പ് യോഹന്നാൻ വഴികാട്ടിയായി ജനിച്ചു. അവൻ ജനിച്ചപ്പോൾ സക്കറിയാവ് പ്രവചിച്ചു പറഞ്ഞെന്നാണ് എഴുതിയിരിക്കുന്നത്. 67-ാം വാക്യത്തിൽ പ്രവചിക്കുക. പ്രവചനം മനുഷ്യന്റെ ഇഷ്ടത്താൽ വരുന്നതല്ല, ദൈവാത്മാവിൽ വരുന്നതാണ്. ദൈവാത്മാവിൽ
വർഷങ്ങൾ മക്കളില്ലാതിരുന്ന ഒരു അപ്പന് മോൻ ജനിച്ചപ്പോൾ അവനൊരു സാധാരണ മകനല്ല, ഈ മകൻ ഒരു വലിയ ആളുടെ വഴികാട്ടിയായിരിക്കും എന്ന് ദൈവം വെളിപ്പെടുത്തി. അത് മറ്റാർക്കുമല്ല. ആ വെളിപ്പെടുത്തിയപ്പോൾ പറയുകയാണ്, ആരുടെ വഴികാട്ടി എന്ന സക്കറിയാവ് പറഞ്ഞെന്നറിയാമോ? ഉയരത്തിൽ നിന്ന് സൺറൈസ് സൂര്യകിരണം നമ്മളെ സന്ദർശിക്കാൻ പോകുകയാണ്. അതിന് വഴിയൊരുക്കാനാണ് എനിക്കൊരു മോനെ തന്നത്. എനിക്കൊരു മോനെ തന്നത്. ഇന്ന് രാത്രി നിങ്ങൾ അപ്പന്മാരും അമ്മമാരും ആണെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് ഈ അപ്പം പറഞ്ഞതുപോലെ ആത്മാവിലൊന്ന് പറഞ്ഞ്, എനിക്കൊരു മോനെ തന്നത് എന്നെ കണ്ണീര് കുടിപ്പിക്കാനല്ല, എനിക്കൊരു മോനെ തന്നത് സ്തോത്രം എന്നെ കോടതി കയറ്റാനല്ല, എനിക്കൊരു മോനെ തന്നത് സ്തോത്രം ഹല്ലേലൂയ എൻ്റെ പണം ചോർത്തിക്കളയാനല്ല, എനിക്കൊരു മോനെ തന്നത് എൻ്റെ ദൈവമായ കർത്താവിൻ്റെ പദ്ധതിക്കാണ് എന്ന് ഇവിടെ ഇരുന്ന് മക്കളുള്ള മാതാപിതാക്കൾ സന്തോഷത്തോടെ പറ, എനിക്കൊരു മോനെ തന്നത്, എനിക്കൊരു മോളെ തന്നത് എന്നെ വേദനിപ്പിക്കാനല്ല. ഒരു പക്ഷെ നിനക്ക് ഒരു മോനെ കാണത്തുള്ളൂ, മാർക്കൊക്കെ ഇച്ചിരി കുറവായിരിക്കും, പഠിക്കാൻ വിട്ടിടത്തൊന്നും ഫുൾ മാർക്കൊന്നും കിട്ടി കാണില്ല, പഠനം പോലും പൂർത്തീകരിച്ച് കാണില്ല. അതിനകത്തൊന്നും ഭാരപ്പെടരുത്. അതിൻ്റെ ഒരു നേർ സാക്ഷിയാണ് ഞാൻ. പഠിച്ചപ്പോഴൊന്നും ഒരു വിഷയത്തിൽ പോലും ഞാൻ ജയിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് രാത്രി സ്വർഗസ്ഥനായ ദൈവം നിന്റെ തലമുറയമേൽ നോട്ടം വെച്ചാൽ നിന്റെ കൺമുമ്പിൽ അവൻ ദൈവത്തിന് വഴിയൊരുക്കുന്നവനായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്രയോ പിള്ളേര് ദൈവത്തിന്റെ വഴി അടയ്ക്കുന്നവരാ. സ്തോത്രം, ഹല്ലേലൂയ. വഴി അടയ്ക്കുന്നവരാ. ഉപദേശിമാരെ വഴി തടഞ്ഞും, സ്തോത്രം, പ്രാർത്ഥിക്കുന്നവരെ വീട്ടിൽ നിന്ന് പ്രാർത്ഥനയ്ക്ക് വിടാതെയും ഒക്കെ ദൈവത്തിന്റെ വഴി തടയുന്ന പിള്ളേരുള്ള കാലത്ത് നിന്റെ സന്തതി ദൈവത്തിന് വഴി ഒരുക്കുന്നവനാകട്ടെ. അവൻ ഡോക്ടറോ എഞ്ചിനീയറോ ആരും ആയിക്കോട്ടെ, പക്ഷെ ദൈവത്തിന്റെ വഴി അടയ്ക്കരുത്. ഇന്ന് രാത്രി ദൈവം പറയുന്നു, ദൈവത്തിന്റെ വഴി അടയ്ക്കരുത്. ഒരു വീട്ടിലും മക്കൾ ദൈവത്തിന്റെ വഴി അടയ്ക്കുന്നവരാകരുത്. കൊണ്ട് ഈ അപ്പം പറഞ്ഞു, എൻ്റെ മോൻ വഴിയൊരുക്കുന്നവൻ ആർക്ക്? എൻ്റെ ദൈവത്തിന്. അതിനകത്ത് ചേർത്ത് പറഞ്ഞ വാക്കാണ് ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സൂര്യകിരണം എന്നാണ് ആ വാക്കിന് കൊടുത്തിരിക്കുന്നത്. 84-ാം സങ്കീർത്തനത്തിൽ സൂര്യനെ പറഞ്ഞു, ആ സൂര്യൻ പിതാവായ ദൈവമാണ്. ലൂക്കോസിൽ 1-ാം അധ്യായത്തിൽ സക്കറിയാവ് പറഞ്ഞു, ആ സൂര്യൻ്റെ കിരണമാണ് ഭൂമിയിൽ വന്നത്. ഇന്നിപ്പോൾ രാത്രിയായി, നാളെ നേരം എടുക്കുമ്പോൾ സ്തോത്രം സൂര്യൻ തലയ്ക്ക് മീതെ വരും. സൂര്യൻ ഒരിക്കലും ഭൂമിയിൽ വരുന്നില്ല. വരുന്നുണ്ടോ? ഭൂമിയിൽ വരുന്നില്ല, വരില്ല. പക്ഷെ സൂര്യൻ്റെ കിരണം എല്ലാ ദിവസവും ഭൂമിയിൽ വരുന്നുണ്ട്. ഇതുപോലെ പിതാവായ ദൈവം സർവശക്തനാണ്. അവൻ പുരാതന സ്വർഗത്തിലുണ്ട്. ആ സൂര്യനിൽ നിന്ന് പുറപ്പെട്ട സൂര്യകിരണമാണ് യേശുക്രിസ്തു. സ്തോത്രം, ഹല്ലേലൂയ. അല്ലാതെ 2 ദൈവമുണ്ടോ 6 ദൈവമുണ്ടോ എന്ന് ചോദിച്ച് വെറുതെ തലച്ചോറ് പഠിപ്പിക്കരുത്. ഇത്ര സിമ്പിളായിട്ടാണ് വേദപുസ്തകം ഈ കാര്യം അവതരിപ്പിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. സൂര്യനില്ലാതെ സൂര്യകിരണം ഇല്ല. അതിനെ പിരിച്ചു മാറ്റാൻ പറ്റിയല്ല. സൂര്യനിൽ നിന്ന് പുറപ്പെട്ട ഭൂമിയെ സന്ദർശിച്ച സൂര്യകിരണമാണ് കർത്താവായ യേശു. അതാണ് എബ്രായ ലേഖനത്തിൽ പരിശുദ്ധാത്മാവ് എഴുതിയത്. സ്തോത്രം, യേശു ആരാന്നറിയാമോ? അവൻ പിതാവായ ദൈവത്തിന്റെ തേജസ്സിന്റെ പ്രഭയാണ്. അവനിൽ നിന്ന് പുറപ്പെട്ട സൂര്യകിരണമാണവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ സ്തോത്രം, ഹല്ലേലൂയ. അവൻ ബേത്ലഹേമിൽ നല്ല വന്നത്, അവൻ സായിപ്പിന്റെ അടുത്ത് നല്ല വന്നത്, അവൻ പുൽക്കൂട്ടി നല്ല വന്നത്, അതൊക്കെ ഇവിടത്തെ സിസ്റ്റമാറ്റിക്കായി ഒരു ശരീരം അവന് വേണമായിരുന്നു മാനവരാശിയുടെ പാപം പരിഹരിക്കാൻ. എബ്രായ ലേഖനത്തിൽ പറയുന്നു, ഒരു ശരീരം അവന് വേണ്ടി ഒരുക്കിയിരുന്നു. ആ ശരീരത്തിൽ വന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. അവൻ ന്യൂയോർക്കിൽ നിന്നും ബേത്ലഹേമിൽ നിന്നും വന്നതല്ല. സൂര്യൻ എവിടാണോ അവിടെ നിന്നാണ് അവൻ വന്നത്.
സൂര്യനിൽ നിന്ന് മാത്രമേ സൂര്യകിരണം വരികയുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. വേറെ എങ്ങൊന്നും വരികയില്ല. രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്തോത്രം, നീതി സൂര്യന്റെ പ്രഭയായവനാണവൻ. ആ പ്രഭയുടെ 5 ഗുണങ്ങൾ ഞാൻ ഇന്ന് രാത്രി പറയാം. 5 ഗുണങ്ങൾ ഇന്ന് രാത്രി ഏതെങ്കിലും ഒരെണ്ണം ഇതിനകത്തും പുറത്തും നിൽക്കുന്നവർക്ക് ഫലിക്കും. 5ഉം ഫലിക്കട്ടെ എന്ന് ഓർത്താ പ്രാർത്ഥിച്ചാൻ വന്നത്. പക്ഷെ ഒരുങ്ങിയിരിക്കുകയാണെങ്കിൽ, സ്വോത്രം പറഞ്ഞിരിക്കുകയാണെങ്കിൽ, സന്തോഷത്തോടെ ഇരിക്കുകയാണെങ്കിൽ, ഇതിൽ 5-ലേതെങ്കിലും ഒന്നെങ്കിലും നീ അനുഭവിക്കുന്ന വേദനയ്ക്കും വ്യതയ്ക്കും മതിയായതാണ്. അതിലേക്ക് ഞാൻ വരുന്നതിനേക്കാൾ മുമ്പ് ഇന്ന് രാത്രി നിങ്ങൾ വിശ്വസിക്കണം, യേശു ക്രിസ്തു, ഹല്ലേലൂയ, ഞാനും നിങ്ങളും വന്നതുപോലെ അല്ല വന്നത്. അവൻ വന്ന വഴി അതായിരിക്കാം. അതിന്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ, അവൻ ഇവിടെ പാപ പരിഹാരത്തിനാ വന്നത്. പക്ഷേ വന്നത് കന്യകമറിയത്തിന്റെ ഉള്ളിൽ നിന്നാന്ന് പറയരുത്, വന്നത് പരിശുദ്ധാത്മാവിനാലാണ്. ഹല്ലേലൂയ. പുരുഷന്റെ ഇഷ്ടത്താൽ അല്ല വന്നത്. അവൻ സൂര്യൻ നിന്ന് പുറപ്പെട്ട സൂര്യകിരണമാണ് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ, അത്ര മനസ്സിലായവർ കരങ്ങൾ അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുക. പരിഹാസിയാകരുത്, പരിഹാസിയാകരുത്. ഇന്ന് രാത്രിയിലെ ഹൈലൈറ്റ് അതാണ്, പരിഹാസിയാകരുത്. യേശു ആരാന്നറിഞ്ഞാൽ അവന് മഹത്വം കൊടുത്തേക്കണം. നീ മഹത്വം കൊടുത്താൽ, അറിഞ്ഞോണ്ട് മഹത്വം കൊടുത്താൽ ദൈവം ചില വിടുതലുകളായിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, നാളെ നേരം വെളുക്കുമ്പോൾ, സൂര്യൻ ഉദിക്കുമ്പോൾ സൂര്യകിരണങ്ങൾ നിങ്ങളുടെ കീഴായി കോണത്ത് വരും. അതിന് പ്രത്യേകിച്ച് നിങ്ങൾ കാശൊന്നും കൊടുക്കണ്ട. നേരത്തെ ഡോക്ടറെ കാണാൻ രാവിലെ ബുക്ക് ചെയ്യും പോലെ ബുക്ക് ചെയ്യൊന്നും ചെയ്യണ്ട. നിങ്ങളുടെ മുറ്റത്ത് വരും. ഒരു കാര്യം, ഈ സൂര്യകിരണം വരുമ്പോൾ നിങ്ങൾ ജനലും വാതിലും എല്ലാം അടച്ച് നല്ല കറുത്ത തുണി കൊണ്ട് ജനലിൻ്റെ ഗ്ലാസ് എല്ലാം കർട്ടനിട്ട് മറച്ച്, ചെറിയ സ്തോത്രം ഇല്ല തുളയുണ്ടെങ്കിൽ അതുപോലും തുണി വെച്ചടച്ച് അകത്തിരുന്നാൽ ഒരു കാലത്തും ഇത് നിങ്ങളുടെ വീട്ടിൽ കയറിയല്ല. വീട്ടിൽ കയറിയല്ല. അതിന് നിങ്ങൾ നിങ്ങളുടെ വാതിൽ തുറന്നിടണം, നിങ്ങളുടെ ജനാലുകൾ തുറന്നിടണം. സൂര്യന്റെ കിരണം കയറാൻ വേണ്ടി നിങ്ങളത്, ഹല്ലേലൂയ, തുറന്നിടണം. വീട് പണിയാൻ വേണ്ടി നിങ്ങൾ ആർക്കിടെക്റ്റിനെയോ ഒക്കെ, നമ്മുടെ ആൾക്കാർ വലിയ വാസ്തു നോക്കുന്ന ആൾക്കാർ ആർക്കിടെക്റ്റിനെ കാണുമ്പോഴത്തേക്കും അവരോട് പറയും അടുക്കളയൊക്കെ വെക്കേണ്ട സ്ഥലം വരുമ്പോൾ അവർ പറയും പക്ഷെ അവിടെ അടുക്കള വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പം ഞാൻ ചോദിക്കും, താനും മറ്റേ പാർട്ടിയാണോ? കാരണം എന്താ? എൻ്റെ കൂടെ കർത്തൃമേശം എടുക്കുന്ന ആളെ താൻ അന്നേരം പറയും നമ്മൾ മറ്റേ പാർട്ടിയായിട്ടല്ല. സൂര്യവെട്ടം വീടിനകത്ത് കയറണം. അതിൻ്റെ പാകത്തിന് ജനലുകൾ വെക്കണം. എവിടെയെങ്കിലും കൊണ്ട് ജനൽ വെക്കരുത്. ഇതൊരു എൻജിനീയറിങ് തോട്ടാണ്. അല്ല, അതിനകത്ത് വേറെ കാര്യം വേണ്ടല്ല അവർ പറഞ്ഞത്. അപ്പം എന്തിനാ ഇത് വെക്കുന്നേ? സൂര്യവെട്ടം അകത്ത് കയറണം. സ്തോത്രം. ഇന്ന് രാത്രികാലം നിങ്ങൾക്ക് ഞാനൊരു ഉദാഹരണം പറഞ്ഞു പോകുമെന്ന് വിചാരിക്കരുത്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിലുകൾ തുറന്നിട്ടാൽ ഈ സൂര്യകിരണം നിങ്ങളുടെ അകത്ത് കയറും. നിങ്ങളതിനെ തെറ്റിദ്ധരിച്ച് ഇത് വേറെ ആരണ്ടറേയും പരിപാടിയാണെന്ന് പറഞ്ഞ്, ഞങ്ങളുമായിട്ട് ബന്ധമില്ലെന്നും പറഞ്ഞ്, നമ്മളെന്തിനാ ഇത് കേൾക്കുന്നതെന്നും പറഞ്ഞ്, സ്തോത്രം, പാട്ട് കേട്ടപ്പോഴേക്കും വാതിൽ അടച്ചു പിള്ളേരെ വിളിച്ച് അകത്തിട്ട് അകത്തുനിന്ന് കുറ്റിയിട്ട് അകത്തിരുന്നാൽ ഒരു കാലത്തും ഈ വെളിച്ചകത്ത് കയറിയല്ല. നിങ്ങൾക്ക് സൂര്യവെട്ടത്തെ പേടിയില്ലെങ്കിൽ നിങ്ങളുടെ വാതിൽ തുറന്നിട. സ്തോത്രം. പിന്നെ ഈ വെട്ടത്തെ പേടിയാണെങ്കിൽ അത് പറ, അല്ലേ? സ്തോത്രം. ഇതിൻ്റെ വെട്ടം അടിച്ചാൽ മിക്കവാറും ഞങ്ങൾ ഈ വഴിക്ക് പോകുമെന്നൊരു പേടിയുണ്ടെങ്കിൽ അടച്ചിട്ടകത്ത് തന്നെ ഇരിക്കേ. അതല്ല, നിങ്ങൾ വാതിൽ തുറന്നാൽ ആരുടെ അനുവാദമില്ലാതെ ഈ നാട്ടിലെ സകല ആളുകളും എതിർത്താലും ഇവിടെ ആരൊക്കെ ബാനറെഴുതി കെട്ടിയാലും നാളെ നേരം വെളുക്കുമ്പോൾ നിങ്ങൾ ജനൽ തുറന്നിട്ടാൽ ഈ പ്രഭ അകത്ത് കയറിയിരിക്കും.
അതിനിവിടെ ആരുടെ അനുവാദം വേണ്ട, കുടുംബയോഗക്കാരുടെ അനുവാദം വേണ്ട, ഭരിക്കുന്നവരുടെ അനുവാദം വേണ്ട. ആരുടെ അനുവാദമില്ലാതെ അകത്തു കയറുന്ന വെളിച്ചമാണ് സൂര്യകിരണമെങ്കിൽ യേശുക്രിസ്തു ജാതിയില്ല, മതമില്ല, ആണെന്നില്ല, പെണ്ണെന്നില്ല, വലിയവനെന്നില്ല, വർണ്ണ വ്യത്യാസമില്ല. നിങ്ങൾ വാതിൽ തുറന്നിട്ടാൽ, നിങ്ങൾ ഹൃദയം തുറന്നിട്ടാൽ ആരുടെ അകത്തു ഈ പ്രഭ കയറും. ഹല്ലേലൂയ. 5 ഗുണങ്ങൾ ഈ സൂര്യപ്രകാശത്തിൽ നിന്ന് തനതായ രീതിയിൽ നാട്ടുകാർക്കും കൂടി മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങളോട് പങ്കുവെച്ച് അതെൻ്റെ യേശുവാണെന്ന് വേദപുസ്തകത്തിൽ നിന്ന് സമർത്ഥിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞാൻ ഇന്ന് രാത്രി മടങ്ങിപ്പോകാൻ ഒരുങ്ങാം. ഒന്നാമത്തത്, സൂര്യപ്രകാശത്തിന് എന്ത് ചെയ്യാൻ പറ്റും? മോളിൽ നിന്ന് വരുന്ന സൂര്യപ്രകാശത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന്, പ്രകാശിപ്പിക്കാൻ പറ്റും. പ്രകാശിപ്പിക്കാൻ പറ്റും. സ്തോത്ര, ഹല്ലേലൂയ. രാത്രി ഈ വെട്ടം ഇല്ലായിരുന്നെങ്കിൽ എന്നെ കാണാനേ പറ്റില്ലായിരുന്നു നിങ്ങൾക്ക്. സ്തോത്രം. എൻ്റെ കുഴപ്പമാണ്, ഞാൻ നിങ്ങളെപ്പോലെ പ്രകാശമുള്ളവനല്ല, പൗഡർ ഇട്ടാലും വെളുക്കുകയല്ല. അപ്പം അതുകൊണ്ട് എൻ്റെയൊക്കെ ഫോട്ടോ എടുക്കാൻ നേരത്ത് ഇതുപോലത്തെ 2 ലൈറ്റ് കത്തിച്ച് വെച്ചിട്ട് എടുക്കുള്ളൂ. കാരണം എന്നെ കുറച്ചുകൂടെ തെളിച്ചെടുക്കാൻ. സ്തോത്രം. കാരണം ഇരുണ്ടതാണ്. വെളിച്ചം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ പ്രകാശിക്കാം. വെളിച്ചത്തിൻ്റെ ഒന്നാമത്തെ ദൗത്യം പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ്. യോഹന്നാൻ 1:9 വായിക്കുന്ന എന്താണെന്നറിയാമോ? ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നോണ്ടിരുന്നു. ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ യേശു അല്ലെന്ന് ഇവിടെ ആർക്ക് പറയാൻ പറ്റും? വേറെ ആരെ ഈ സ്ഥാനത്ത് കൊണ്ട് നിർത്താൻ പറ്റും? ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം പിതാവിൽ നിന്ന് പുറപ്പെട്ട ആ തേജസ്സിന്റെ പ്രഭ ദശലക്ഷക്കണക്കിന് ജനകോടികളെ പ്രകാശിപ്പിച്ചു. നരക തുല്യമായി കിടന്ന ആളുകളെ പ്രകാശിപ്പിച്ചു. ഗലീലക്കാരെ കുറിച്ച് നിങ്ങൾ സുവിശേഷത്തിൽ വായിച്ചിട്ടില്ലേ? മത്തായി 4 വായിച്ചിട്ടില്ലേ? അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെ, ഗലീലയിലേക്ക് യേശു ഉപവാസത്തിന് ശേഷം ആത്മാവിന്റെ ശക്തിയോടെ വന്നപ്പോൾ മത്തായിയിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അനേക നാടുകൾ വെളിച്ചം കണ്ടത്, അനേക കുടുംബങ്ങൾ വെളിച്ചം കണ്ടത്, അനേക വ്യക്തികൾ വെളിച്ചം കണ്ടത്, രാഷ്ട്രങ്ങൾ വെളിച്ചം കണ്ടത് ശ്രീ യേശു മുഖാന്തരമാണ്. ഇന്ന് രാത്രികാലം ഏതെങ്കിലും കുടുംബങ്ങൾ അന്ധകാരത്തിന്റെ പിടിയിലായിരിക്കുന്നെങ്കിൽ, നിങ്ങൾക്ക് ശോഭിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തെളിയാൻ പറ്റുന്നില്ലെങ്കിൽ, നിങ്ങളെ പ്രകാശിപ്പിക്കുന്ന തേജസ്സാണ് യേശു. നിങ്ങളെ പ്രകാശിപ്പിക്കുന്ന തേജസ്സാണവൻ. ഹല്ലേലൂയ. പ്രകാശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഞാൻ ഫോട്ടോ എടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞ് കാര്യത്തിൻ്റെ കഴമ്പ് മനസ്സിലായോ? ആ വാക്കിന് ഭയങ്കരമായ അർത്ഥമുണ്ട്. സ്തോത്ര, ഹല്ലേലൂയ. പ്രകാശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുക. ഇംഗ്ലീഷിൽ ഒരു വാക്കുണ്ട്, ചിലർക്കെങ്കിലും പിടികിട്ടും: ഷൈൻ ചെയ്യുക. ഷൈൻ ചെയ്യുക. ഷൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഷൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ചുമ്മാ വെറുതെ കല്യാണത്തിനൊക്കെ വന്ന് കുരുവി കൂടും ജീവി വെച്ചുകൊണ്ട് വന്നേ അല്ല ഈ പറയുന്നത്. അതല്ലല്ലോ നമ്മുടെ പ്രസംഗ വിഷയം. സ്തോത്രം. പിന്നെയോ ഒരു കാര്യം ചെയ്യുക. നമ്മുടെ ചെറുക്കൻ 10ാം ക്ലാസ്സിലെ പഠനത്തിൽ റിസൾട്ട് വന്നപ്പോൾ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞപ്പോൾ പറയാണ്, മോനങ്ങ് ഷൈൻ ചെയ്തു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എല്ലാത്തിനും മൊട്ടയാന്നാണോ? അല്ല. പിന്നെ എന്താ അർത്ഥം? അവൻ പഠനത്തിൽ 10ലെ പഠനത്തിൽ അവൻ അങ്ങ് തെളിഞ്ഞു. സ്തോത്രം. കൊച്ചു കൊച്ചു ശുശ്രൂഷകളൊക്കെ ആയി നടന്നൊരു കൊച്ചു ദൈവദാസൻ നമ്മുടെ ഇടയിലുണ്ടെന്നിരിക്കട്ടെ. ഞാനൊക്കെ അങ്ങനെ ആയിരുന്നു. പക്ഷെ അവൻ മുഴങ്കാലും മേരുന്ന് പ്രാർത്ഥിച്ച് ദൈവം അവനെ അനുഗ്രഹിച്ചു, അസാധാരണ കൃപ കൊടുത്തു. ഒരിടവേളയ്ക്ക് ശേഷം നമ്മുടെ സഭയിൽ വന്ന് ശുശ്രൂഷിച്ചപ്പോൾ ഇരിക്കുന്ന ജനം ഇളകിപ്പോയി, സ്വർഗീയ വെളിപ്പാടുകൾ വരാൻ തുടങ്ങി. അപ്പൊ നമ്മൾ പറയില്ലേ, ദൈവദാസൻ അങ്ങ് തെളിഞ്ഞു. അറിയല്ലേ? അതും പറയാത്ത ആളുകളാണോ ദൈവമേ? അസൂയ ഇല്ലെങ്കിൽ പറ ആരെക്കൊണ്ടെങ്കിൽ.
അല്ലേ? സ്തോത്രം. എനിക്ക് തോന്നുന്നു ഞാനൊരു 10 വർഷത്തിൽ കൂടുതലായാലും ഇവിടെ വരാൻ തുടങ്ങിയിട്ട്. സ്തോത്രം. ഇച്ചിരോടെ തെളിഞ്ഞില്ലേ? സ്തോത്രം. ഇടയ്ക്ക് ഒരു കോഴ്സും പഠിച്ചില്ല, ഒന്നും പഠിച്ചില്ല. മുട്ടയിലിരുന്നപ്പോൾ യേശു പ്രകാശിപ്പിക്കും. ഞാൻ നിങ്ങളോട് രഹസ്യത്തിൽ പറയാം, ഭർത്താവെന്ന പദവിയിൽ വലിയ എഞ്ചിനീയറോ ഡോക്ടറോ ഭരണകർത്താവോ ഒന്നും വേണ്ട. തുറന്ന മനസ്സോടെ ഇന്ന് രാത്രി കുരുക്കഴിഞ്ഞ് വീട്ടിൽ പോകണം. ഭർത്താവെന്ന പദവിയിൽ ഞാൻ അത്ര തെളിഞ്ഞിട്ടില്ല എന്ന് നമ്മൾ സമ്മതിക്കണ്ട. മനസ്സിലെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ. അപ്പനെന്ന പദവിയിൽ ഞാൻ അത്ര പോരാ. നിങ്ങൾ ചിരിക്കണ്ട. ഭാര്യ എന്ന പദവിയിൽ തീരെ പോരാ എന്നൊരു തോന്നലുണ്ടെങ്കിൽ ആളെ മാറിയെടുക്കാനൊന്നും ഇനി പറ്റിയല്ല. ആ വെള്ളമൊക്കെ അങ്ങ് വാങ്ങി വെച്ചാൽ. പക്ഷെ ഒരു വഴിയുണ്ട്. ഭാര്യ എന്ന സ്ഥാനത്ത് നമുക്ക് ചില വെളിച്ചവും വിവരവും കിട്ടിയപ്പോൾ അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു, അങ്ങനെയൊന്നും ചെയ്യണ്ടായിരുന്നു എന്നൊക്കെ ഒരു തോന്നൽ വരാൻ തുടങ്ങിയെങ്കിൽ നിങ്ങൾ നേരെ ഒരു വക്കീലിനെ അല്ല കാണേണ്ടത്. നിങ്ങളെ ആ പദവിയിൽ നിങ്ങളെ പ്രകാശിപ്പിക്കുന്ന ഒരുത്തനുണ്ട്. അവനാണ് യേശു. ഹല്ലേലൂയ. ഞാൻ പുറത്തുനിന്ന് പറയാറില്ല, എൻ്റെ വീട്ടിൽ നിന്ന് പറയാം. ഹല്ലേലൂയ. എൻ്റെ വീട്ടുകാർ ഓൺലൈനിൽ കേൾക്കുന്നതെന്ന് എനിക്കറിയില്ല, എങ്കിലും പറയാം. ഒരു കാലത്ത് എൻ്റെ അപ്പനെ എൻ്റെ അമ്മ അങ്ങ് പ്രാഗിയിട്ടുണ്ട്. ഇയാൾ ചാവുന്നില്ലല്ലോ. സ്തോത്രം. എന്നെ നെറ്റി ഒളിക്ക് നോക്കണ്ട. നിങ്ങളെ എത്ര പ്രാഗിയിട്ടുണ്ടെന്ന് നിങ്ങളുടെ ഭാര്യയ്ക്കല്ലേ അറിയുള്ളൂ. കാരണം കുടിച്ച് വഴക്കുണ്ടാക്കി വീട്ടിൽ വരുമ്പോൾ അതുപോലെ നടന്നപ്പോൾ മനസ്സുകൊണ്ട് വെറുത്തിട്ടുണ്ട്. ഇങ്ങനൊരു ജീവിതം വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തുവിനെ രക്ഷകനായി കിട്ടിയതിന് ശേഷം ഇപ്പം എനിക്ക് മക്കളായി, അവരുടെ കല്യാണം കഴിഞ്ഞു. പക്ഷെ ഇന്ന് എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും ഭാര്യ ഭർത്തൃ ബന്ധം കാണുമ്പോൾ, ആ സ്നേഹം കാണുമ്പോൾ, അവരുടെ ഐക്യതയും പ്രാർത്ഥനയും കാണുമ്പോൾ സ്തോത്രം അമ്പരന്നിട്ടുണ്ട്. കാരണം അവരെ അങ്ങനെ ആക്കിയത് ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്നവനാണ്. നിങ്ങളുടെ കൊച്ചുങ്ങളിൽ ഒരാള് ചില പോരായ്മയാണെങ്കിൽ അവനെ തടയരുത്. അവനെ അപ്പൻ്റെ അമ്മയുടെ ഇടയ്ക്കിരുത്തി ദൈവത്തോട് പറയണം, എൻ്റെ ഉദരത്തിൽ ഇവനെ തന്നത് അങ്ങാണ്, ഇവനെ പ്രകാശിപ്പിച്ചു തരണം, ഇവന്റെ ബുദ്ധി പ്രകാശിക്കണം, ഇവന്റെ കണ്ണ് പ്രകാശിക്കണം, ഇവന്റെ കഴിവ് പ്രകാശിക്കണം. എന്റെ ദൈവം അത് ചെയ്യണമെന്ന് പറഞ്ഞാൽ പ്രകാശിപ്പിക്കുന്നവനാണ് ഉയരത്തിൽ നിന്ന് വന്ന വെളിച്ചം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ പ്രൊഫഷനിൽ നിങ്ങൾ എന്നും വഴക്ക് കേൾക്കുന്ന ഒരു ജോലിക്കാരനാണോ മേലുദ്യോഗസ്ഥനെ എന്ന് ഞാൻ തുറന്നു പറയാം. ഒരു കൺവെൻഷൻ പ്രസംഗത്തിന്റെ മൂഡിലല്ല ഞാനിത് പറയുന്നത്. എന്നും വഴക്ക് കേൾക്കുക, നിനക്കറിയത്തില്ല, നീ എന്തേ കാണിക്കുന്നത്, നമ്മൾ മറന്നു പോകുന്നു, വഴക്ക് കേൾക്കുന്നു. അങ്ങനെ ഒരു സ്ഥിതി നിങ്ങൾക്കോ നിങ്ങളുടെ പിള്ളേർക്കോ ഉണ്ടെങ്കിൽ നിങ്ങളെ മക്കളെ വിളിച്ചു പറയണം, ഇന്നും മമ്മി ഒരു പ്രസംഗം കേട്ടിട്ടാണ് വന്നത്, എൻ്റെ പേരൊന്നും പറയണ്ട. എന്നിട്ട് പറയണം, സ്തോത്രം, നിന്നെ പ്രകാശിപ്പിക്കുന്ന ഒരു പ്രഭയുണ്ട്. അത് എബ്രായർ 1:3 കണ്ടത്. നീ ദൈവത്തോട് പറയണം, യേശുവാണ് ഏതു മനുഷ്യനെയും കഴിവുകേടുള്ളവനെ, പഠിക്കാൻ പോയ കാലത്ത് എല്ലാത്തിനും തോറ്റവനെ ജീവിതത്തിൽ പ്രകാശിപ്പിക്കുന്ന ഒരേ ഒരു വെളിച്ചം എൻ്റെ യേശുവാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രായം നോക്കണ്ട, നിങ്ങളുടെ ഇന്നത്തെ സ്ഥിതി നോക്കണ്ട, നിങ്ങളെ പ്രകാശിപ്പിക്കും. സത്യം, ഇന്ന് രാത്രി അത് നടക്കും. നിങ്ങളുടെ കൂലിപ്പണിക്കാരനായിരിക്കും, പക്ഷെ കർത്താവ് നിങ്ങളെ മാറ്റാൻ പോവാ. നിങ്ങളെ പ്രകാശിപ്പിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ മുഖച്ഛായ പോലും മാറിപ്പോവും, നിങ്ങളുടെ വസ്ത്രധാരണം മാറിപ്പോവും, നിങ്ങളുടെ സംഭാഷണം മാറിപ്പോവും, നിങ്ങളുടെ ഇടപെടലുകൾ മാറിപ്പോവും. അവന്റെ സ്റ്റാൻഡേർഡിലേക്ക് ദൈവം നിങ്ങളെ മാറ്റും. ആ തേജസ്സിന്റെ പ്രഭ. ഹല്ലേലൂയ, സ്തോത്ര, ഹല്ലേലൂയ. ഞാൻ വേഗം പറഞ്ഞു വിടാം, അല്ലെങ്കിൽ സമയത്ത് തീരില്ല. ഒന്ന്, പ്രകാശിപ്പിക്കും. നിങ്ങൾക്ക് വേണോ വേണ്ടയോ എന്ന് അവനവൻ മനസ്സിൽ കരുതിക്കോളണം. അവസാനം പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിക്കും. ആ സമയത്ത് നിങ്ങൾ മനസ്സിൽ കരുതിക്കോളണം, ഈ 5 ഏതാണ് എനിക്ക് വേണ്ടത്, എനിക്ക് ഇച്ചിരൂടെ പ്രകാശിക്കണം.
പ്രഭാഷകരും കർത്തൃദാസന്മാരും പാട്ടുകാരും പ്രവാചകന്മാരും എല്ലാം കേട്ടോളണം. നമ്മൾ വലിയ ആനയാ കുതിരയാണെന്നും പറഞ്ഞുകൊണ്ടൊന്നും ഇരിക്കരുത്. കർത്താവിൻ്റെ മുമ്പിൽ ഇരുന്ന് പറയണം, കർത്താവേ എനിക്കൊരു കൃപ തന്നിട്ടുണ്ട്, ആ കൃപയിൽ എനിക്ക് കുറച്ചുകൂടെ പ്രകാശിക്കണം എന്ന് ദൈവത്തിന് മുമ്പിലിരുന്ന് കരഞ്ഞാൽ സുവിശേഷകൻ എന്ന നിലയ്ക്ക് നിന്നെ പ്രകാശിപ്പിക്കും. നിന്റെ നോട്ടത്തിൽ വിടുതൽ വ്യാപരിക്കും. നീ ഗേറ്റിങ്ങൾ ചെന്ന് നിൽക്കുമ്പോൾ ആളുകൾ വാതിൽ തുറക്കും. നീ പ്രാർത്ഥിച്ചാൽ വിടുതലുണ്ടാകും. ഹല്ലേലൂയ! ദൈവാത്മാവ് അത് ചെയ്തുകൊണ്ടിരിക്കുക. ചിലരെ കൃപ പകരുക, പ്രകാശിപ്പിക്കുക. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ഇന്ന് രാത്രി ഈ ഓഡിറ്റോറിയത്തിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. കിഴായിക്കോണം പരിസരത്ത് ആ വെളിച്ചം വ്യാപരിക്കുന്നുണ്ട്. ഹല്ലേലൂയ! രണ്ടാമത്തത്, ഈ പ്രകാശത്തിനകത്ത് ശക്തിയുണ്ട്. ഏത്? സൂര്യകിരണത്തിനകത്ത്, സൂര്യപ്രകാശത്തിനകത്ത് പവറുണ്ട്. ഒരു കാലം വരെ ആളുകൾക്ക് അത് അറിയില്ലായിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്ത് അറിഞ്ഞു. അതിൻ്റെ പേരാ സോളാർ. കേട്ടിട്ടുണ്ടോ? പിന്നെ മലയാളികൾ സോളാർ കേൾക്കാതിരിക്കുകയല്ല. സ്തോത്രം! സോളാർ ഇപ്പൊ സർക്കാർ സബ്സിഡി കൊടുക്കുക. നിങ്ങൾക്ക് വീട്ടിൽ സോളാർ പാനലുകൾ പിടിപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയോ രൂപ സബ്സിഡി കൊടുക്കുന്നുണ്ട്. കേരളത്തിലെ പ്രധാന എയർപോർട്ടായിരിക്കുന്ന നെടുമ്പാശ്ശേരി കൊച്ചിൻ എയർപോർട്ട് ഇലക്ട്രിസിറ്റി അങ്ങോട്ട് കയറ്റിയിട്ടില്ല. മൊത്തം പ്രവർത്തിക്കുന്നത് സൂര്യപ്രകാശത്തിനകത്ത് കിടക്കുന്ന ശക്തിയെ, ചുമ്മാ ശക്തി വരികയല്ല, പ്രകാശം ഫ്രീ ആയിട്ട് കയറും. പക്ഷെ ശക്തിയായി കൺവെർട്ട് ചെയ്യണമെങ്കിൽ ഒരു പ്ലേറ്റ് വെച്ച് കൊടുക്കണം. സോളാർ ഫലകം എന്ന് പറയും. അതിൽ കയറി പിടിച്ചാൽ അത് ശക്തിയായിട്ടാണ് താഴേക്ക് വരുന്നത്. സൂര്യപ്രകാശത്തിനകത്ത് അടങ്ങിയിരിക്കുന്ന ശക്തിയെ ഇതിലൂടെ കയറ്റി ഫാൻ കറക്കും, മോട്ടറുകൾ വർക്ക് ചെയ്യിപ്പിക്കും, ലിഫ്റ്റ് വർക്ക് ചെയ്യിക്കും, കമ്പ്യൂട്ടറുകൾ വർക്ക് ചെയ്യും, ലൈറ്റുകൾ വർക്ക് ചെയ്യും, ട്രെയിൻ ഓടിക്കും. അതിന്റെ ശക്തി കൊണ്ട് ഇന്ന് ലോകത്തിൽ വിപ്ലവം നടക്കുക. ഇതുപോലെ യേശുക്രിസ്തു എന്ന തേജസ്സിന്റെ പ്രഭയ്ക്കകത്ത് അസാധാരണ പവറുണ്ട്. അതിനൊരു പടം വെട്ടി വീട്ടിൽ വെച്ചോണ്ടൊന്നും പവർ വരികയില്ല. അതിന് സോളാർ ഫലകം വെച്ചു കൊടുക്കുന്നത് പോലെ നിങ്ങളുടെ ഹൃദയം ഈ യേശുവിന് വേണ്ടി മലർക്ക തുറന്നു കൊടുക്കണം. അതിനകത്തേക്ക് യേശു കയറണം. നിങ്ങളുടെ അന്തരാത്മാവ് തുറന്നു കൊടുക്കണം. അവനൊരു പവറായി എൻ്റെ ജീവിതത്തിൽ നിൽക്കണം. അതിനു വേണ്ടി നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കണം. അപ്പോൾ അവന്റെ ശക്തി നിങ്ങളിലൂടെ വ്യാപരിക്കാൻ തുടങ്ങും. സൂര്യകിരണത്തിനകത്തെ ശക്തി അല്ല. എൻ്റെ വീടിന്റെ മോളിൽ ഒരു കാര്യം കേൾവിക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഈ സോളാർ ഏറെക്കുറെ പിടികിട്ടിയ ആൾക്കാർക്ക് 90% ആളുകൾക്കും ഈ സോളാർ പ്ലേറ്റ് കണ്ടിട്ടുണ്ടല്ലോ. ആ സാധനം എവിടെ വെക്കുന്നേ? എവിടെ വെക്കുന്നേ? പെരയുടെ മണ്ടയിൽ വെക്കണം അല്ലേ? വടിപോക്കർ കാണും, എല്ലാവരും കാണും, പെരയുടെ മണ്ടയിൽ വെക്കണം. നമ്മൾ ചിലർ ചെയ്യുന്ന പോലെ അടുപ്പിൻ്റെ പാചകത്തിൻ്റെ കീഴെ കൊണ്ട് വെച്ചാലോ കിട്ടും. ശക്തിയല്ല, വേറെ വല്ലോ. അപ്പൊ യേശുക്രിസ്തുവിന്റെ ശക്തി കിട്ടണമെങ്കിൽ നീ സ്നാനപ്പെട്ടിട്ട് രക്ഷിക്കപ്പെട്ടിട്ട് പാതകത്തിന്റെ കീഴെ കൊണ്ട് വെക്കരുത്. നീ പരസ്യമായിട്ട് പുറത്തു വരണം. ഞാൻ യേശുവിന്റെ ആളാന്ന് പറയണം. അവന്റെ ശക്തി എന്നിലുണ്ടെന്ന് പറയണം. ഞാൻ അവനെ സേവിക്കോളെന്ന് പറയണം. അവനാണ് എന്റെ രക്ഷകനെന്ന് പറയണം. അവനെ മാത്രമേ ആരാധിക്കോളെന്ന് പറയണം. അത് വീടിന്റെ പുറത്തേക്ക് വരണം. വീടിനകത്തൊതുങ്ങരുത്. അത് വീടിന് പുറത്തേക്ക് വന്നാൽ ഈ വെളിച്ചം ഒരു പവറായി മാറുമെന്ന്. രോഗികൾ സൗഖ്യമാകും ആ ശക്തി കൊണ്ട്. ലൂക്കോസ് 5 പറയുന്നുണ്ട്, സൗഖ്യമാക്കാനുള്ള ശക്തി അവനിലുണ്ട്. അവനിലുണ്ട്.
ആ സൗഖ്യമാകാനുള്ള ശക്തി മെഡിക്കൽ കോളേജിലെ ഫാർമസിയിലുണ്ടെന്നല്ല, ഈ സൂര്യനിൽ നിന്ന് ഇറങ്ങി വന്ന കിരണത്തിനകത്തുണ്ട്. ഹല്ലേലൂയ. ആ ശക്തി ഇന്ന് രാത്രി ഇതിനകത്ത് വ്യാപരിച്ചാൽ വിടുതൽ നടക്കും. 3, 4, 5 5 മിനിറ്റ് കൊണ്ട് ഞാൻ പറയാം, എന്നിട്ട് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. മൂന്നാമത്തത്, ഈ പ്രകാശത്തിനകത്ത് തീയുണ്ട്. സ്വത്ര സത്യം പറഞ്ഞ തീയുണ്ട്. അത് ഞാൻ എന്നാ കണ്ടെന്ന് പറയാം. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്, 4ലോ 5ലോ പഠിക്കുന്ന കാലത്ത്, മലയാള സ്കൂളിൽ നിന്ന് ഉച്ചയ്ക്ക് കഞ്ഞിയും ഉപ്പുമാവൊക്കെ കിട്ടുന്ന കാലം, വീട്ടിൽ പട്ടിണിയുള്ള കാലം. സ്തോത്രം. അന്ന് ഉച്ചയ്ക്ക് സ്കൂൾ വിട്ട് കഴിയുമ്പോൾ കാശുള്ള വീട്ടിലെ നല്ല പിള്ളേരൊക്കെ ചോറ് കൊണ്ടുവരും, അവർ കഴിക്കും. ചിലർ വീട്ടിൽ പോയി കഴിക്കും. ഇതൊന്നുമില്ലാത്ത ഞങ്ങളെപ്പോലുള്ളവർ സ്കൂളിൻ്റെ വരാന്തയിൽ നിരന്ന് നിൽക്കും, വട്ടയിലയും പിടിച്ചുകൊണ്ട്. അതിനകത്ത് ഉപ്പുമാവ് വിളമ്പിത്തരും. അത് തിന്ന് കഴിയുമ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിൽ 1-2 ചെറുക്കന്മാരുണ്ടായിരുന്നു. അവന്മാരുടെ കയ്യിൽ ഒരു സൈസ് ലെൻസ് ഉണ്ടായിരുന്നു. കണ്ടിട്ടുണ്ടോ? ഈ സ്തോത്രം ഇങ്ങനെ വട്ടത്തിൽ ലെൻസ്, അതിൻ്റെ കുഴയുണ്ട്, കണ്ടിട്ടുണ്ടോ? ഈ 10 മിനിറ്റും കൊണ്ട് ഉപ്പുമാവ് എന്നിട്ട് ഇവന്മാർ പെട്ടെന്ന് ഗ്രൗണ്ടിൽ ചാടും. നല്ല മീനമാസത്തിൽ സൂര്യൻ ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയത്ത് ഇവന്മാർ ഗ്രൗണ്ടിൽ ചാടിയിട്ട് കരിയിലേയും കടലാസും എല്ലാം വാരിയിട്ടിട്ട് അപ്പോഴത്തേക്കും പിള്ളേരെല്ലാം കൂടി ചുറ്റും കൂടും, മാജിക് കാണിക്കാമെന്ന് പറഞ്ഞുകൊണ്ട്. ഇവൻ്റെ കയ്യിലിരിക്കുന്ന ഈ ലെൻസ് ഉണ്ടല്ലോ, ഇത് കുറച്ചു നേരം ഈ സൂര്യപ്രകാശത്തിൻ്റെ നേരെ ഈ കടലാസിൻ്റെ മോളിൽ പിടിച്ചാൽ നോക്കി നിൽക്കുമ്പോൾ കടലാസിന് കത്ത് പിടിക്കും. അയ്യോ, അന്നൊക്കെ ഞങ്ങൾ അവനെ ഐസക് ന്യൂട്ടനെ പോലെയാണ് കണ്ടത്. കാരണം ഒരു തീയില്ലാതെ കടലാസിന് കത്ത് പിടിപ്പിക്കുന്ന ഒരു തീപ്പെട്ടിക്കമ്പ് പോലത്തെ ചെറുക്കൻ. ഇതെന്നാ നമുക്കറിയില്ലല്ലോ. അവനൊരു സംഭവം കാണിക്കും, നോക്കിക്കോളാൻ പറയും. എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ കടലാസിന് തീ പിടിക്കും. സ്തോത്രം. 1990 ശേഷം ജനിച്ചവർ കണ്ണ് മിഴിച്ചിരിക്കുന്നു. നേരത്തെ ജനിക്കണമായിരുന്നു. സ്തോത്രം. ഇല്ലെങ്കിൽ മലയാള സ്കൂളിൽ പഠിക്കണമായിരുന്നു. കണ്ടിട്ടില്ലേ നിങ്ങളാ സംഭവം? അപ്പൊ ഇവൻ വീട്ടിൽ നിന്ന് തീ കൊണ്ടുവരുന്നതല്ല, ഈ സൂര്യകിരണത്തിനകത്ത് തീയുണ്ട്. പക്ഷെ ചുമ്മാ ഒന്നും തീ ഇറങ്ങിയല്ല. തീ ഇറങ്ങണമെങ്കിൽ ഈ താഴെ കിടക്കുന്ന വിഷയത്തിനും ഇറങ്ങി വരുന്ന സൂര്യകിരണത്തിന് ഇടയിൽ വളരെ ട്രാൻസ്പെറന്റായി ഒരു പ്രത്യേക നിലവാരത്തിൽ ചിലര് നിന്നു കൊടുത്താൽ ഇവൻ ഇറങ്ങി വരുന്ന ഈ കിരണത്തിനകത്ത് ഇത് നിന്നിലേക്ക് അടിച്ച് താഴേക്ക് വരുമ്പോൾ താഴെ കിടക്കുന്നതിനെ കത്തിച്ചോളയും. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത് തേജസ്സിന്റെ പ്രഭയായവനെയാ. ആ പ്രഭയ്ക്കകത്ത് തീയുണ്ട്. അന്യായ ബന്ധനങ്ങളെ കത്തി അഴിക്കാൻ, നിന്റെ വീട്ടിൽ വ്യാപരിക്കുന്ന ദുഷ്ടശക്തികളെ ഈ രാത്രി, ഹല്ലേലൂയ, അതിന് അയലക്കത്തെ വീട്ടിൽ നിന്ന് തീ കടം മേടിക്കണ്ട. നീ എവിടെയെങ്കിലും പോയിട്ട് തീ ചിരട്ടെ കൊണ്ടുവരണ്ട. നീ യേശുവിനെ വിശ്വസിക്ക. യേശു എന്ന തേജസ്സിന്റെ പ്രഭ അവനിൽ തീയുണ്ട്. നേരെ വിശുദ്ധിയോടെ, വിശ്വാസത്തോടെ, ചങ്കൂറ്റത്തോടെ, സാക്ഷ്യത്തോടെ, ഒറ്റക്കാണെങ്കിലും അവന് വേണ്ടി നിന്നോടുക്കണം. അവൻ നിന്നിലൂടെ കയറി ഇറങ്ങണം. അവനെ നിന്നിലൂടെ പ്രദർശിപ്പിക്കണം. അപ്പോൾ ഇതിലൂടെ കയറി ഇറങ്ങുമ്പോൾ ദൈവത്തിന്റെ തീ ഇറങ്ങും. ഹല്ലേലൂയ. രാത്രി എത്ര പേർ യേശുവിനെ നന്നായിട്ട് അറിയുന്നുണ്ട്? ഹല്ലേലൂയ. ചുമ്മാ യേശു സ്തോത്രം അതാണോ ഇതാണോ എന്നൊക്കെ ചോദിച്ചു വെറുതെ ഇത്രയൊക്കെ കേട്ടിട്ട്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഞാൻ മൊത്തത്തിൽ നാട്ടുകാരടക്കം പറയുക, ഇത്രയും സുതാര്യമായി യേശുവിനെ കേട്ടിട്ട് ഇനി നീ പരിഹാസിയാകരുത്. അറിയായ്മയുടെ കാലം ദൈവം ഗണ്യമാക്കിയാൽ. പക്ഷെ ഇന്ന് രാത്രി നിന്റെ നാട്ടിൽ വന്ന് യേശു ആരാന്ന് ഏറ്റവും ഇവിടുത്തെ നേഴ്സറി പിള്ളേർക്ക് മനസ്സിലാകുന്ന രീതിയിൽ വേദപുസ്തകത്തിൽ നിന്ന് പറയുക. ആ കർത്താവിനെ കുറിച്ച് അറിഞ്ഞിട്ട് മഹത്വം കൊടുക്കാതെ
പരിഹാസിയായാൽ അതിന്റെ തിക്താനുഭവങ്ങൾ എന്താകുമെന്ന് എനിക്കറിയില്ല. ബന്ധനങ്ങൾ മുറുകിപ്പോകാതിരിക്കട്ടെ എന്ന് ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാം. യേശു തീയാണ്, അവനിൽ തീയുണ്ട്, ആ ശക്തി വ്യാപരിക്കും. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. നാലാമത്തത്, ഈ കിരണത്തിനകത്ത് സൗഖ്യമുണ്ട്. ഏത്? ഈ ഇറങ്ങി വരുന്ന സൂര്യകിരണത്തിനകത്ത് സൗഖ്യമുണ്ട്. അതെപ്പോഴാണ് മനസ്സിലായെന്നറിയാമോ? ഇതൊന്നും യൂണിവേഴ്സിറ്റി പഠിപ്പിച്ചതല്ല, സമ്മതിക്കുകയല്ല, ശാസ്ത്രം സമ്മതിക്കുകയല്ല, ബുദ്ധിമാന്മാർ സമ്മതിക്കുകയല്ല, അവർ വേറെ വേറെ കണ്ടുപിടുത്തങ്ങളുണ്ട്. പക്ഷെ ഞാനിതെല്ലാം പഠിച്ചത് അനുഭവത്തിൽ നിന്നാണ്. സ്തോത്രം, ഹല്ലേലൂയ. എനിക്ക് കുഞ്ഞ് ജനിച്ചു, എൻ്റെ മോള് ജനിച്ചു. സ്തോത്രം. ചെങ്ങന്നൂർ ആസ്പത്രിയിലായിരുന്നു. ഒന്നിലധികം ഗൈനക്കോളജിസ്റ്റുമാരുള്ള, ഏകദേശം 40-50 ഡോക്ടേഴ്സുള്ള അന്നത്തെ കാലത്തെ പ്രമാദമായൊരു ആസ്പത്രിയിൽ. സ്തോത്രം. മോള് ജനിച്ചു, നോർമൽ ഡെലിവറി ആയിരുന്നു. 2-3 ദിവസം പ്രൈവറ്റ് ആസ്പത്രി എൻ്റെ പേരിൽ 3-4 ദിവസത്തോടെ അഡ്മിറ്റായിരുന്നു. ഇഞ്ചക്ഷനുകൾ, പ്രിക്കോഷൻ മെഡിസിനുകൾ എല്ലാം കുഞ്ഞിന് കൊടുത്തു, അമ്മയ്ക്ക് കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞു. ഏകദേശം ഒരു 55-60 വയസ്സ് പ്രായമുള്ള ഒരു ലേഡി ഡോക്ടറായിരുന്നു എൻ്റെ വൈഫിൻ്റെ ഡെലിവറി സമയത്ത് എൻ്റെ വൈഫിനെ നോക്കിയത്. കുറച്ച് മരുന്നൊക്കെ കയ്യിൽ തന്നു. ഇറങ്ങാൻ നേരത്ത് എൻ്റെ മദറിനോയുടെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുത്തതിന് ശേഷം ഡോക്ടർ പറഞ്ഞു, നാളെ രാവിലെ 7 മണിയാവുമ്പോൾ കൊച്ചിനെ രാവിലത്തെ സൂര്യപ്രകാശം കൊള്ളിക്കണം. സ്തോത്രം. അപ്പം ഞാൻ ചോദിച്ചു, എന്തിനാ അന്യായ കാശ് ഇവിടെ മേടിച്ച് 4 ദിവസം കിടത്തി, നീ പിന്നെ വെലുത്തിടാനാണെങ്കിൽ പിന്നെ ഇങ്ങ് കൊണ്ടുവരേണ്ട കാര്യം ഉണ്ടായിരുന്നു. അപ്പം അന്നേരം പറഞ്ഞു, കുഞ്ഞിൻ്റെ ആ മഞ്ഞക്കളർ മാറാൻ, കണ്ണ് തെളിയാൻ ഞങ്ങൾക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്തു. ഞങ്ങളുടെ ഫാർമസിയിൽ നിങ്ങളുടെ കുഞ്ഞിൻ്റെ കണ്ണ് തെളിയാൻ മരുന്നില്ല. അതിനൊടേ തമ്പുരാൻ പ്രകൃതിയിൽ വെച്ചിരിക്കുന്ന ഒരു മാർഗമേ ഉള്ളൂ. അതിന് രാജാവിന് മോള് ജനിച്ചാലും, ഇവിടത്തെ റെയിൽവേ കോളനി കിടക്കുന്നവന് മോള് ജനിച്ചാലും, വിവരമുള്ള ഡോക്ടർ പറയും രാവിലത്തെ സൂര്യപ്രകാശം കൊള്ളിക്കണം. അതിനകത്തു നിന്ന് ഇറങ്ങി വരുന്ന സൂര്യകിരണങ്ങൾക്കകത്ത് ഈ ചർമ്മത്തിനകത്തും ശരീരത്തിനകത്തും വ്യാപരിച്ചു നിൽക്കുന്ന എന്തൊക്കെയോ സംഭവത്തെ ഇല്ലാതാക്കാനുള്ള ഒരു അസാധാരണ പവറ് ഈ സൂര്യ വെളിച്ചത്തിലുണ്ടെന്ന്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഡോക്ടർ, MBBS-കാരിയായ ഡോക്ടർ പറഞ്ഞു, സൂര്യകിരണം കൊള്ളിച്ചാൽ കൊച്ചിന്റെ കണ്ണ് തെളിയും, അവന്റെ മഞ്ഞക്കളർ മാറുന്നു. എന്നാൽ സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിന്റെ വചനം പറയുന്ന പാസ്റ്റർ പറയുന്നു, മഞ്ഞക്കളർ മാത്രമല്ല, അവന്റെ കിരണം തട്ടിയാൽ ക്യാൻസർ മാറും, ട്യൂമർ മാറും, അവന്റെ കിരണം തട്ടിയാൽ മാരക രോഗങ്ങൾ മാറും. ഹല്ലേലൂയ. അത്രയും ഡോക്ടർക്ക് പറയാമെങ്കിൽ എന്നാ പിന്നെ തെളിച്ച് ഞങ്ങൾ പറയാം. അവന്റെ കീഴെ വന്നാൽ, ആ തേജസ് തട്ടിയാൽ, ആ കിരണം തട്ടിയാൽ, സ്തോത്രം, നിന്റെ ജീവിതത്തിലെ ഭയങ്കര രോഗങ്ങൾ മാറിപ്പോവും. അത്രയ്ക്ക് പവറാണ് പിതാവിൽ നിന്ന് പുറപ്പെട്ട തേജസ്സിന്റെ പ്രഭയ്ക്ക്. ഇന്ന് രാത്രി അവൻ തേജസ്സിന്റെ പ്രഭയാണെന്ന് 1500 പ്രാവശ്യം വായിച്ചവരായിരിക്കും എബ്രായ ലേഖനത്തിൽ. പക്ഷെ അതെന്താന്ന് മനസ്സിലായോ? അവൻ ആരാന്ന് പിടികിട്ടിയോ? അതുകൊണ്ട് പഴുതടച്ച് എബ്രായ ക്രിസ്ത്യാനികളോട് പറയുക, അവൻ തേജസ്സിന്റെ പ്രഭയായിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ ആരെ പേടിക്കാൻ? അഞ്ചാമത്തെ കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാ. സൂര്യകിരണം അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ചുറ്റും നിൽക്കുന്ന വൃക്ഷങ്ങളോട് ചോദിക്കണം. പ്ലാവിനോടും മാവിനോടും വാഴയോടും ഒക്കെ ചോദിക്കണം. അവർ പറയും, ഞങ്ങളുടെ ഈ ഹരിതാപ വർണ്ണത്തിന് കാരണം അവിടെ നിന്നിറങ്ങി വരുന്ന ഈ സൂര്യകിരണമാണ്. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. സ്കൂളിൽ പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ടോ? ഫോട്ടോസിന്തസിസം, അങ്ങനെയല്ലേ പറയുന്നത്?
പ്രകാശ സംശ്ലേഷണം. അങ്ങനെയാണോ? സ്തോത്രം. ടീച്ചർ പറഞ്ഞാണെന്ന്. സ്തോത്രം. കേട്ടിട്ടുണ്ടോ? ഇതാ ചെയ്യുന്നത്. ഈ വരുന്നത് ഇവിടെ ആർക്കും വേണ്ടെങ്കിലും നിങ്ങൾ വാതിലടച്ചാലും ഇവിടെ നിൽക്കുന്ന സസ്യജാലങ്ങൾ പിടിച്ചെടുക്കും, ഇവിടെ ഇലകൾ ആഗിരണം ചെയ്യും. ഈ പ്രകൃതിയെ ഇത്ര വർണ്ണശബളമാക്കിയത്, ഇത്ര പച്ചപ്പാക്കിയത്, ഇത്ര ഹരിതവർണ്ണമാക്കിയത് സൂര്യകിരണമാണ്. ഇന്ന് രാത്രി യേശുവിൻ്റെ പ്രഭ തട്ടിയാൽ നിന്റെ യൗവനം കഴുകനെ പോലെ പുതിയ വരും. നിന്റെ ചിന്താഗതികൾക്ക് മാറ്റം വരും. 110 വയസ്സുകാരന്റെ ചിന്തയുമായി, പഴയ പഴഞ്ചൻ ആശയവുമായി, പാരമ്പര്യ ചിന്തയുമായി 35 വയസ്സുകാരൻ ജീവിക്കരുത്. നിന്റെ ജീവിതം മാറും, നിന്റെ ശൈലി മാറും. നിന്നിൽ ആ തേജസ് തട്ടിയാൽ പുതിയ നാമ്പുകൾ പൊട്ടി വരും. അതിന് ഹരിതാപമായ തേജസ് വ്യാപരിക്കാൻ തുടങ്ങും. ഇത്രയ്ക്ക് പ്രതാപിയായ ഒരു ദൈവത്തെ ലോകത്തിൽ ആർക്ക് കാണിച്ചു തരാൻ പറ്റും? ഇത്രയ്ക്ക് പ്രയോജനമുള്ളൊരു ശക്തിയെ ആർക്ക് പ്രഭാഷണം നടത്താൻ പറ്റും? മാനവകുലത്തിന് ഇത്ര പ്രയോജനമുള്ള ഒരേ ഒരു ദൈവം, ദൈവത്തിന്റെ തേജസ്സിന്റെ പ്രഭയായി 1000 മനുഷ്യരുടെ ഗതികേട് മാറ്റിയ, അവരുടെ ശാപം മാറ്റിയ, അവരുടെ ജരാതരകൾ മാറ്റിയ ഈ ദൈവത്തെ പോലെ ഇത്ര വലിയ ദൈവമാരുള്ളൂ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ വാക്യത്തിലെ തേജസ്സിന്റെ പ്രഭ ഇതാണെങ്കിൽ തത്വത്തിന്റെ മുദ്ര എന്തായിരിക്കും? ഓ സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. സകലത്തെയും തന്റെ ശക്തിയുള്ള വചനം കൊണ്ട് വഹിക്കുന്നവൻ. അതൊന്ന് തിരുവനന്തപുരംകാരുടെ മുമ്പിൽ തെളിയിച്ചാൽ നിങ്ങൾക്ക് ഈ കസേരയിൽ ഇരിക്കാൻ പറ്റിയല്ല. അവനാ യേശു, അവനാ യേശു. നാട്ടുകാരും വീട്ടുകാരും ലോകക്കാരും അന്നത്തെ റോമൻ സർക്കാരും യഹൂദ മതവും കൂടി ഒറ്റപ്പെടുത്തി തുണി പിഴിയുന്നത് പോലെ അന്നത്തെ ദൈവസഭയെ പിഴിഞ്ഞപ്പോൾ തിരിച്ച് കേസ് കൊടുക്കാനല്ല പരിശുദ്ധാത്മാവ് പറഞ്ഞത്, കൊടിമേടിച്ച് സമരം ചെയ്ത് റോട്ടിലിറങ്ങാനല്ല പറഞ്ഞത്. ദൈവത്തിൻ്റെ തിരുസഭയെ അകത്തിരുത്തിയിട്ട് പറഞ്ഞു, നിങ്ങളെ വീണ്ടെടുത്തവൻ തേജസ്സിൻ്റെ പ്രഭയാണ്. നിങ്ങളുടെ മുമ്പിൽ ആസ്പത്രി അടച്ചാൽ അവൻ്റെ കിരണത്തിനകത്ത് സൗഖ്യമുണ്ട്. നിങ്ങൾക്ക് മണ്ണെണ്ണയും ഗ്യാസും തന്നില്ലെങ്കിലും അവനിൽ ശക്തിയുണ്ട്. നിങ്ങളെല്ലാവരും കൂടി കരിവാരി തേച്ചാലും പേടിക്കണ്ട. കള്ളക്കഥകൾ മുഴുവൻ പറഞ്ഞുണ്ടാക്കിയാലും അതിന്റെ മീതെ പ്രകാശിപ്പിക്കുന്ന തേജസ്സാണവൻ. ഹല്ലേലൂയ, അവനിൽ ശക്തിയുണ്ട്. നിന്നെ മാനസികമായി എത്ര പീഡിപ്പിച്ചാലും പൗലോസിനെ ശീലാസിനെ പോലെ മനോദുഃഖത്തോടെ താടിയും സ്വത്രം നീട്ടി കുളിക്കാതെ ഭ്രാന്തനെ പോലെ പുറത്തിറക്കത്തില്ല. നിത്യ ഹരിത നായകനെ പോലെ നിനക്കൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞ് പുറത്തിറക്കുന്ന ഒരു വലിയ കൃപ യേശുവിലുണ്ട്. പിന്നെ നീ ആരെ പേടിക്കാൻ എന്നാണ് പരിശുദ്ധാത്മാവ് അന്ന് പീഡനം സഹിച്ച സഭയോട് ചോദിച്ചത്. ആ തൻ്റെ ഇടമുള്ള സഭയുടെ കൂടെ നിൽക്കാൻ ഇന്ന് രാത്രി ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടോ? ഈ കർത്താവ് മരണം വരെ പിരിയില്ല. ഈ ഒരൊറ്റ വാക്കിലെ 5 കാരണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങളെ ആർക്ക് ഒതുക്കാൻ പറ്റും? നിങ്ങളെ ആർക്ക് ഇല്ലാതാക്കാൻ പറ്റും? നിങ്ങളെ ആർക്ക് പൂട്ടാൻ പറ്റും? ആരെങ്കിലും ബന്ധിച്ചാൽ ഈ തീ അന്ന് കത്തിച്ചു കളയില്ലേ? അത് ശിംശാനെ കത്തിച്ച് ചരട് കത്തിച്ചതുപോലെ കത്തില്ലേ? അത് അവനാ യേശു. ആഭിചാരത്തെ പേടിക്കരുത്, ശുദ്രപ്രയോഗത്തെ പേടിക്കരുത്, അന്ധകാര ശക്തിയെ പേടിക്കരുത്. അവൻ തീയാണ്, അവനിൽ തീയുണ്ട്, അവനിൽ തേജസ്സുണ്ട്. അതിന്ന് രാത്രി തിരിച്ചറിയുന്ന ദൈവമക്കൾ ദൈവത്തിന് മഹത്വം കൊടുക്ക, പരിഹാസിയാകരുത്.